ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ ഗ്രന്ഥത്തിലെ മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിലെ 35-ഉം 36-ഉം തിരുവചനങ്ങൾ ഇങ്ങനെയാണ്. നമുക്കെല്ലാവർക്കും ഏറെ പരിചയമുള്ള ഒരു വചനഭാഗം കൂടിയാണ്. എന്തെന്നാൽ എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിക്കാൻ തന്നു. എനിക്ക് ദാഹിച്ചു, നിങ്ങൾ കുടിക്കാൻ തന്നു. ഞാൻ പരദേശിയായിരുന്നു, നിങ്ങൾ എന്നെ സ്വീകരിച്ചു. ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു. ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ സന്ദർശിച്ചു. വിശുദ്ധ ഗ്രന്ഥത്തിൽ ദൈവത്തിൻ്റെ വലത് ഭാഗത്തുള്ളവരോട് ദൈവം പറയുന്ന ഒരു ഭാഗമാണ് ഇത്. ഇത്തരത്തിൽ ഈ ലോകത്തിൽ ദൈവം പറയുന്ന, ഇത്തരത്തിൽ ദൈവം ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയെയാണ്, ഒരു വൈദികനെയാണ് നമ്മളിന്ന് ചോസൻ എന്ന ഈ ഒരു പ്രോഗ്രാമിൽ പരിചയപ്പെടാൻ പോകുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് തമിഴ്നാട്ടിലെ തെങ്കാശിയിലുള്ള അൻപില്ലത്തിലാണ്. ഈ അൻപില്ലത്തിൻ്റെ ഡയറക്ടറാണ് ഫാദർ രാജേഷ് വയലങ്കൽ MCABS. ഇന്ന് ചോസൻ എന്ന പ്രോഗ്രാമിൽ അച്ഛൻ്റെ ദൈവവിളിയെക്കുറിച്ചും അച്ഛൻ്റെ ശുശ്രൂഷകളെക്കുറിച്ചുമെല്ലാം നമ്മളിന്ന് പരിചയപ്പെടുകയാണ്. ഒരിക്കൽ കൂടി എല്ലാവർക്കും ചോസൻ എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഞാൻ ആരംഭത്തിൽ പറഞ്ഞ ആ ദൈവവചനം, ആ വചനം ജീവിക്കുന്ന ഒരു വൈദികനാണ് ഇപ്പോൾ എന്നോടൊപ്പം ഉള്ളത്. ഫാദർ രാജേഷ് വയലങ്കൽ MCABS. ദരിദ്രരിൽ ക്രിസ്തുവിനെ കണ്ടല്ല, ദരിദ്രരെ ക്രിസ്തുവായി തന്നെ കണ്ട് ശുശ്രൂഷിക്കുന്ന അച്ഛൻ. അച്ഛൻ്റെ ആശ്രമത്തിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. അച്ഛാ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അപ്പം ചോസൻ എന്ന ഒരു പ്രോഗ്രാമിലേക്ക് അച്ഛനെ സ്വാഗതം ചെയ്യുകയാണ്. തെങ്കാശിക്കടുത്ത് അല്ലേ സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത്. അൻപ് ഇല്ലം എന്നാണ് ഈ ഒരു ആശ്രമത്തിൻ്റെ, ഈ ഒരു ഭവനത്തിൻ്റെ പേര്. ഈ ഒരു ഭവനത്തെക്കുറിച്ച് ഒന്ന് അച്ഛനൊന്ന് പരിചയപ്പെടുത്താം. അൻപുല്ലം എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ സ്നേഹത്തിൻ്റെ ഭവനം, സ്നേഹത്തിൻ്റെ തറവാട് എന്നൊക്കെയാണ്. നമ്മുടെ കേരളത്തിലൊക്കെ കാണുന്ന പോലെ കാരുണ്യ വീട് എന്നൊക്കെ പറയുന്ന പോലെ തന്നെയാണ്. എന്നാൽ ഇത് MCBS കത്തോലിക്ക തിരുസഭയിൽ MCBS കോൺഗ്രിഗേഷൻ, അതായത് പരിശുദ്ധ കുർബാനയുടെ സഭയാണ്. അച്ഛന്മാരുടെ ഒരു കൂട്ടമാണ് കോൺഗ്രിഗേഷൻ. അപ്പം അച്ഛന്മാരുടെ ഈ പരിശുദ്ധ കുർബാനയുടെ സഭയിൽ പരിശുദ്ധ കുർബാന ജീവിക്കാനായിട്ട് ദൈവം ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു മനോഹര ഭവനമാണ് അൻപുല്ലം. അൾത്താരയിലെ ഈശോയ്ക്ക് വസ്ത്രങ്ങൾ ആവശ്യമില്ല, പക്ഷെ തെരുവിൽ അലഞ്ഞു തിരിയുന്ന മക്കൾക്ക്, നഗ്നരായ മക്കൾക്ക് വസ്ത്രം ആവശ്യമുണ്ട്. അതുകൊണ്ട് കുർബാന ജീവിക്കുക എന്നത് മാത്രമാണ് അൻപുല്ലം ശുശ്രൂഷയിലൂടെ ചെയ്യപ്പെടുന്നത്. എത്ര നാളായി ഈ ഒരു ഹൗസ് ഇവിടെ ആരംഭിച്ചിട്ട്, അല്ലെങ്കിൽ അച്ഛൻ്റെ ശുശ്രൂഷകൾ ഇവിടെ ആരംഭിച്ചിട്ട് എത്രത്തോളം മക്കൾ ഇവിടെ അച്ഛൻ്റെ കൂടെ ഇപ്പോൾ ഉണ്ട്? അതിനെക്കുറിച്ചൊക്കെ ഒന്ന് ഒരു. ഞങ്ങളിങ്ങനെ ഒരു ജൂബിലി നിറവിലാണ്. 10-25 വർഷങ്ങളായിട്ട് അൻപുല്ലം ഇവിടെയുണ്ട്. എന്നാൽ കഴിഞ്ഞ 10 വർഷങ്ങൾക്ക് മേലെയായിട്ട് അൻപുല്ലം കൂടുതലും നമ്മൾ ശ്രദ്ധ കൊടുക്കുകയും മുന്നോട്ട് പോവുകയും ചെയ്യുന്ന അൻപുല്ലം ഈ ഒരു ഭവനം ഏതാണ്ട് തെങ്കാശിയിൽ നിന്ന് 15 കിലോമീറ്റർ, ചെങ്കോട്ടയിൽ നിന്ന് 16 കിലോമീറ്റർ. ഇതിനപ്പുറത്തേക്ക് സ്ഥലമില്ല. ലോകത്തിൻ്റെ ഒരു കോണ് പോലെയാണ്. ഇതിനപ്പുറത്തേക്ക് കാടാണ്, വലിയ മലനിര. വെസ്റ്റേൺ ഘാട്ടിൻ്റെ വശമാണ്. ഇതിൻ്റെ അപ്പുറവശം ശബരിമല പൂങ്കാവനമാണ്. അതുകൊണ്ട് ഇവിടുന്ന് അങ്ങോട്ട് കൊട്ടും കാടാണ്. ആനയും കടുവയും ഒക്കെ ഉള്ള നല്ല കൊടും കാട്. നമ്മുടെ പറമ്പിലും മുറ്റത്തുമൊക്കെ ആന വരുന്ന സ്ഥലമാണ്. എന്നാൽ ഈ സ്ഥലത്ത് അൻപുല്ലം എന്നറിയപ്പെടുന്ന ഈ സ്ഥലമല്ല. തമിഴ്നാടിൻ്റെ തെരുവോരങ്ങളിൽ ശുശ്രൂഷ ചെയ്യുന്ന ഞങ്ങളെല്ലാവരും അൻപുല്ലത്തിലെ ശുശ്രൂഷകൾ തമിഴ്നാടിൻ്റെ തെരുവോരങ്ങളിൽ, അത് തെങ്കാശിയിലാകട്ടെ, പാവൂർ ചിത്രമാകട്ടെ, രാജപാളയമാകട്ടെ, കോയമ്പത്തൂരാകട്ടെ, അങ്ങനെ വിവിധ സ്ഥലങ്ങളിൽ ഞങ്ങൾ ഒരുമിച്ച് ശുശ്രൂഷ ചെയ്യുന്ന ആ ശുശ്രൂഷയ്ക്ക് മൊത്തത്തിലുള്ള പേരാണ് അൻപുല്ലം എന്ന് പറയുന്നത്. അതിപ്പോൾ ഒരു 10 വർഷങ്ങളായിട്ട് നന്നായിട്ട് മനോഹരമായിട്ട് ദൈവം നടത്തുന്നു.
ടു റീച്ച് ഔട്ട്. പരിശുദ്ധ കുർബാനയിലൂടെ നമ്മൾ അനുഭവിക്കുന്ന ദൈവസ്നേഹം, പരിശുദ്ധ കുർബാന നമ്മുടെ രക്ഷയുടെ രഹസ്യമാണ്. ഈശോയുടെ പീഡാസഹനവും മരണവും ഉത്ഥാനവും എന്ന ആ ഒരു സംഭവം വഴിയാണ് ദൈവം ലോകത്തെ വീണ്ടും രക്ഷിച്ചത്. അതാണ് പരിശുദ്ധ കുർബാന. ആ രക്ഷയുടെ രഹസ്യം തെരുവിൽ ജീവിക്കുക, തെരുവിൽ കഴിയുന്ന ഏറ്റവും എളിയവനിൽ ജീവിക്കുക എന്നതാണ് ഈ ഒരു ശുശ്രൂഷയിലൂടെ പോകുന്നത്. ഏതാണ്ട് 25 വർഷങ്ങളായിട്ട് ഞങ്ങൾ അൻപൂലം ഇവിടെ സുപരിചിതമാണ്. എത്തരത്തിലുള്ള ആളുകളെയാണ് അപ്പോൾ തെരുവിൽ കിടക്കുന്നവരെന്ന് അച്ഛൻ പറയുന്നു, എത്തരത്തിലുള്ള ആളുകളെയാണ് അച്ഛൻ അവിടെ നിന്ന് ഇവിടേക്ക് കൊണ്ടുവരുന്നത്? അതിനെക്കുറിച്ചൊന്ന് പറയാം. എൻ്റെ കൂടെ 4 അച്ഛന്മാരുണ്ട്. അവരാണ് എൻ്റെ ബലം. ഫാദർ സൂരജ് കടവിൽ MCBS, ഫാദർ റെലിൻ MCBS, ഫാദർ ഡെറിൻ MCBS. ഞങ്ങൾ 4 പേരുടെ ഒരു വലിയ അച്ഛന്മാരുടെ ഒരു കൂട്ടമാണ്. ഞാൻ തമിഴ്നാടിൻ്റെ തെരുവോരങ്ങളിൽ ഇങ്ങനെ കഴിയുന്ന മാനസിക രോഗികളായിട്ട് ജടയൊക്കെ പിടിച്ച് കിടക്കുന്ന തീരെ മേലാത്ത മക്കളുടെ കൂടെ നടക്കും. ഇങ്ങനെ കിലോമീറ്ററുകൾ നടക്കും. അങ്ങനെ നടക്കുമ്പോൾ അവരുടെ കൂടെ നടക്കും, ചായ കൊടുക്കും, വട കഴിക്കും, ഇങ്ങനെ നടക്കും. ഇങ്ങനെ നടക്കുമ്പോഴത്തേക്ക് അതിൽ തന്നെ അവരോട് കൂട്ടുകൂടാൻ ശ്രമിക്കും. നമ്മൾ ആരെയും ഉടനടി ചോടിച്ചെന്നിട്ട് റെസ്ക്യൂ വാൻ വന്ന് പിടിച്ച് വലിച്ച് അവരെ ഒന്നും കൊണ്ടുവരത്തില്ല. നിയമം അത് അനുവദിക്കുന്നില്ല. അതേസമയം നമ്മൾ അവരുടെ കൂടെ ആയിരുന്ന് പതുക്കെ ഒരു ചായ വാങ്ങിച്ചു കൊടുക്കുമ്പോൾ അത് മാനസിക രോഗിയായതുകൊണ്ട് ചിലപ്പോൾ ആ ചായ മുഖത്തൊഴിക്കുന്ന അനുഭവങ്ങൾ ഒത്തിരി എൻ്റെ മുൻപിലുണ്ട്. അങ്ങനെ വീണ്ടും 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 കടന്ന് അവൻ്റെ കൂടെ നടന്ന് അവനും ഞാനുമായിട്ട് നല്ലൊരു റാപ്പോ ബിൽഡപ്പ്, ഒരു നല്ല ദൈവസ്നേഹത്തിൻ്റെ ഒരു തലത്തിലേക്ക് എനിക്ക് അവനുമായിട്ട് കൂടെ വ്യാപരിക്കാൻ പറ്റും. അപ്പോൾ അവനെ പതുക്കെ ഗവൺമെൻറ് അധികാരികളുടെയും പോലീസിൻ്റെയും ഒക്കെ സഹകരണത്തോടു കൂടെ അൻപൂലത്തിലെ റെസ്ക്യൂ വാൻ വരികയും അല്ലെങ്കിൽ പോലീസിൻ്റെ വണ്ടി വരികയും അല്ലെങ്കിൽ ആംബുലൻസ് വരികയും ഒക്കെ ചെയ്യും. അവരെ ഇവിടെ കൊണ്ടുവരും. ഇവിടെ വന്നാൽ അച്ഛന്മാർ മാത്രമല്ല, DSH സന്യാസിനി സമൂഹത്തിലുള്ളവരാണ് ഇവിടെ ശുശ്രൂഷ ചെയ്യുന്നവർ. ഇവിടെ സിസ്റ്റർ സിൽവി DSHSൻ്റെ കൂടെ 2 സിസ്റ്റേഴ്സ് കൂടെ കൊണ്ടുപോയിട്ട്, ബിന്ദു അമ്മയും സുശീലാമ്മയും. സുശീലാമ്മ മെഡിക്കൽ കാര്യങ്ങളുമായിട്ട് ഓടി നടന്ന് മക്കൾക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്ത് അതിനെ കുളിപ്പിച്ച് വൃത്തിയാക്കി എല്ലാ കാര്യങ്ങളെല്ലാം ചെയ്യുമ്പോൾ ബാക്കി 2 പേരും എല്ലാം ചേർന്ന്, അത് ലേഡി ആണെങ്കിലും അത് സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും അവരെ കോരിയെടുത്ത് വേണ്ടതെല്ലാം ചെയ്ത് അവർക്ക് വേണ്ട മെഡിസിനുകളെല്ലാം ഡോക്ടേഴ്സ് നിർദ്ദേശിക്കുന്ന മെഡിസിനുകളെല്ലാം കൊടുത്ത് അവരെ അൻപൂലത്തിൻ്റെ ഭാഗമാക്കും. ആദ്യ ദിവസങ്ങളിലൊക്കെ അവരുടെ മാനസിക നില വളരെയേറെ ബുദ്ധിമുട്ടിലായിരിക്കും. എന്നാൽ പതിയെ 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 അവർ മാനുഷിക രൂപത്തിലേക്ക് കടന്നു വരും. അതാണ് സംഭവിക്കുന്നത്. ഒരു ദിവസം അച്ഛൻ്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയായിരിക്കും പോകുന്നത്? എല്ലാ ദിവസവും അച്ഛൻ ഇത്തരത്തിൽ ഇപ്പോൾ രോഗികളെ കൊണ്ടുവരുന്നു, പിന്നെ ഭക്ഷണം കൊണ്ടേ കൊടുക്കുന്നു അല്ലേ? എങ്ങനെയായിരിക്കും ഒരു ദിവസത്തെ അച്ഛൻ്റെ പ്രവർത്തനങ്ങൾ? നമുക്ക് 1000-ഓളം മക്കൾ, 1420 മക്കളാണ്. അത് ചിലപ്പം കൂടിയും കുറഞ്ഞു വെക്കുമല്ലോ. മൊത്തം ഇത്രയും മക്കളും നമ്മുടെ മക്കളാണ്. ഇവിടെ ഇപ്പം എൻ്റെ മക്കൾ വരുവാണ്, അവർ പറയുന്ന തമിഴിൽ ഇങ്ങനെ പറയുന്ന അപ്പ പെറ്റ മക്കൾ എന്ന് പറയും. നമ്മുടെ മലയാളത്തിൽ അങ്ങനെയില്ല. മലയാളത്തിൽ അമ്മ പെറ്റ മക്കൾ എന്നാണ് പറയുന്നത്. അപ്പ പെറ്റ മക്കൾ എന്ന് പറയുന്നത്. എൻ്റെ ഈ മടി കിടന്ന് ഈ കാണുന്ന മുറ്റത്ത് ഇരുന്നാണ് മുദാർ ഹുസൈൻ എന്ന് പറയുന്ന 94 വയസ്സുള്ള അപ്പച്ചൻ ഇറന്നു പോകുന്നത്. എൻ്റെ മടി കിടന്ന് മരിച്ചു പോകുന്നതിന് മുമ്പ് പുള്ളി വിളിക്കുന്നത് അപ്പാ എന്നാണ് വിളിക്കുന്നത്. ഇനിയും 19-22 വയസ്സിൽ കൂടുതലാകാത്ത എന്നെ അപ്പാ എന്നാണ് വിളിക്കുന്നത്. അപ്പം എനിക്ക് ഈ ഭൂമിയിൽ അപ്പച്ചനാകാൻ പറ്റുമോ? എനിക്ക് പറ്റില്ല. ശിശുവിന് ഒരു ശിശുവാണ് ഞാൻ. അത് എനിക്കെങ്ങനെ അപ്പനാകാൻ പറ്റുന്നത്? അത് ദൈവത്തിന് മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ ദൈവമെന്ന അപ്പനെ ഈ ഭൂമിയിൽ റെപ്രസെൻ്റ് ചെയ്യാൻ പരിശ്രമിക്കുക എന്ന ഒരു ജോലിയാണ് ഞാൻ ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് ഇത്രയും മക്കളുള്ളത് കൊണ്ട് തന്നെ എനിക്ക് ഇവിടെ തന്നെ ആയിരിക്കാൻ പറ്റില്ല. പരിശുദ്ധ കുർബാന ഏറ്റവും പ്രധാനപ്പെട്ടത്. രാവിലെ 5 മണിയോടുകൂടെ ഞങ്ങൾ പള്ളിയിൽ വരും. ചിലപ്പോൾ അത് ഇച്ചിരി ലേറ്റാകും, ചിലപ്പോൾ ഇച്ചിരി നേരത്തെ ആകും. പള്ളിയിൽ വന്ന ആരാധനയാണ്. പരിശുദ്ധ കുർബാനയുടെ ആരാധന കഴിഞ്ഞ് 5:30 കഴിയുമ്പോഴത്തേക്ക് സപ്രാ പ്രാർത്ഥനയാണ്. സപ്രാ പ്രാർത്ഥനയിൽ എന്ന് പറയുന്നത് സഭയുടെ ഔദ്യോഗികമായ പ്രഭാത പ്രാർത്ഥനയാണ്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഞാൻ അങ്ങോട്ട് തിരിഞ്ഞോ ഇങ്ങോട്ട് തിരിഞ്ഞോ കുർബാന എല്ലണമെന്നോ അല്ലെങ്കിൽ കണ്ടമാനം റിച്വൽ ഡയമെൻഷന് വലിയ പ്രാധാന്യം കൊടുക്കുന്ന അങ്ങനെ ഒരാളെ അല്ല കേട്ടോ ഞാൻ. സഭ പറയുന്ന അനുസരിച്ച് നിയതമായിട്ട് കുർബാന അർപ്പിക്കണമെന്നൊരു ചാട്യം എനിക്കുണ്ട്. പക്ഷെ ഞാൻ കൊടുക്കുന്ന ഇമ്പോർട്ടൻസ് എന്താണെന്ന് ചോദിച്ചാൽ ഗ്ലോറി ഓഫ് ദ യൂക്കരിസ്റ്റ്, പരിശുദ്ധ കുർബാനയുടെ മഹത്വം, ഈശോയുടെ പീഡാസഹനവും മരണവും ഉത്ഥാനവുമായ പരിശുദ്ധ കുർബാന വഴിയാണ്
ഈ ലോകത്തെ ദൈവം വീണ്ടും രക്ഷിച്ചത്, നമ്മളെ ഓരോരുത്തരെയും വീണ്ടും രക്ഷിച്ചത്. ആ രക്ഷയുടെ രഹസ്യം ജീവിക്കണമെങ്കിൽ, ആ രക്ഷയുടെ രഹസ്യം നാം അനുഭവിക്കുന്നെങ്കിൽ അത് ആദ്യം ആരോട് ഞാൻ പങ്കുവയ്ക്കും? ബൈബിള് വായിക്കുമ്പോൾ എനിക്ക് ഒരു സംശയവും ഉണ്ടാകേണ്ട കാര്യമില്ല. ഒരു സംശയം ഉണ്ടാകേണ്ട കാര്യമില്ല. കാര്യം വെച്ചാൽ നിനക്ക് തിരികെ നൽകാൻ ഒന്നുമില്ലാത്തവരുടെ, നിനക്ക് ഷുഡ് യു ഗോ ഫസ്റ്റ്, നിനക്ക് തിരികെ നൽകാൻ ഒന്നുമില്ലാത്തവരുടെ അടുത്തേക്ക്. അതാണ് അൻപുലത്തിലേക്ക് കുർബാന കഴിഞ്ഞു കഴിഞ്ഞാൽ ആ കുർബാന നമുക്ക് 1.5 മണിക്കൂർ, സങ്കീർത്തനങ്ങൾ മുഴുവൻ ഞാൻ ചെല്ലും. കനിവോടു കർത്താവരുളുന്നു പശിയുള്ളോർക്കിങ്ങാഹാരം, ബന്ധിതരായോർക്കെന്നെന്നും നാഥൻ മോചനമേകുന്നു. ഉള്ളു തുറന്നു വിളിക്കുമ്പോ കർത്താവുണ്ടതു കേൾക്കാൻ. തന്നെ കാരുണ്യത്തോടെ നോക്കുന്നവരുടെ ഹൃദയം അവൻ അറിയുന്നു എന്നാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊന്ന് പറയട്ടെ, ഈ ഉള്ളു തുറന്ന് വിളിക്കാതെ എങ്ങനാ ഈ 1400ഓളം പേരുടെ കാര്യങ്ങൾ മുന്നോട്ട് പോവുക? നമുക്കൊരു ഫോറിൻ അക്കൗണ്ടും ഇല്ല. വി ഹാവ് നോ FCRA അക്കൗണ്ട്. നമുക്കൊരു CSR ഫണ്ടും ഇല്ല. നമുക്ക് മറ്റ് വലിയ സോഴ്സുകളിൽ നിന്നൊന്നും വരാനില്ല. നമുക്കുള്ളത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആരെങ്കിലും നമ്മുടെ അൻപുലത്തിൻ്റെ ഒഫീഷ്യൽ അക്കൗണ്ടിലൂടെ അൻപുലത്തിലെ ഈ ചെറിയ മക്കളെ സഹായിക്കണമെന്ന് കരുതി ആരെങ്കിലും ഇട്ടു തരുന്നത് മാത്രമാണ്. അതുകൊണ്ട് കുർബാനയിൽ സങ്കീർത്തനങ്ങൾ മുഴുവൻ ചെല്ലാതെയുള്ള കുർബാന ഞങ്ങൾക്കില്ല. അതുകൊണ്ട് കർത്താവേ മമ രാജാവേ, ഞാൻ അങ്ങേ എൻ്റെ രാജാവായ ദൈവത്തെ ഞാൻ പുകഴ്ത്തും എന്ന് തുടങ്ങി ജനരാശികളുടെ മധ്യേ വരെയുള്ള ആ സങ്കീർത്തനങ്ങൾ മുഴുവൻ ചൊല്ലി സമയമെടുത്താണ് ഞങ്ങളിവിടെ ബലിയർപ്പിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും നാളെ തൊട്ട് അങ്ങനെ ചെയ്യണമെന്നല്ല പറയുന്നത് കേട്ടോ. ഈ പറയുന്ന പോലെ പാസ്റ്റൽ നീഡായിട്ട് ഒരു പള്ളിയിൽ ഒത്തിരി നീളമെടുത്ത് കുർബാന അർപ്പിക്കുന്നതിനോടൊന്നും എനിക്ക് യോജിക്കാൻ പറ്റില്ല. കാര്യം വെച്ചാൽ ഇത് കഴിഞ്ഞിട്ട് ഗർഭിണിയായ ആളുകൾ, ജോലിക്ക് പോകേണ്ടവരും അല്ലെങ്കിൽ മേലാത്ത കിടക്കുന്നവരുമൊക്കെ അവർക്ക് കുറച്ച് സമയം മതിയാവും. പക്ഷെ ഇത്രയും പേരെ പരിചരിക്കണമെങ്കിൽ ഞങ്ങൾ അച്ഛന്മാർ ഇവിടെ റെലിനച്ഛനാണേലും ഡെറിനച്ഛനാണേലും സൂരജച്ഛനാണേലും കുർബാന അർപ്പിക്കുന്നതിൽ അവർക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റില്ല. അതാണ് സത്യം. കുർബാനയിൽ നമ്മൾ ദിവസം തുടങ്ങുന്നു. അതിനുശേഷം ഇവിടെയുള്ള അച്ഛന്മാർ മക്കളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെങ്കിലും അതിനെക്കുറിച്ച് ഞാൻ പറയുന്നതിന് മുമ്പ് അവർ സിസ്റ്റേഴ്സ് മക്കളുടെ കാര്യങ്ങളിലെല്ലാം നോക്കുന്നു. ഞാൻ സ്ട്രീറ്റിലേക്ക് ഇറങ്ങുന്നു. സ്ട്രീറ്റിൽ മക്കൾ നമ്മൾ സ്ഥിരം കാണുന്ന മക്കളുണ്ട്. സ്ഥിരമായിട്ട് നമ്മൾ ഭക്ഷണം കൊടുക്കുന്ന, നമ്മുടെ ഒരു നേരത്തെ ഭക്ഷണം കൊണ്ട് മാത്രം ജീവിക്കുന്നവർ. ഒരു പ്രാവശ്യം ഒരിടത്ത് നമ്മൾ പോകുന്ന സ്ഥലത്തിനടുത്ത് ഒരിടത്ത് ഒരു അപ്പനും അമ്മയും ഒരു സൂയിസൈഡ് നോട്ട് എഴുതി വെച്ചു. അതെന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അൻപുലത്തിൽ നിന്ന് മധ്യാഹ്ന ശാപ്പാട് കറക്റ്റായി കിടക്കുന്നുണ്ട്. എന്നാൽ നൈറ്റ് ആകുമ്പോഴത്തേക്ക് പശി താങ്ങ മുടിയാതെ, രാത്രിയാകുമ്പോൾ വിശപ്പ് താങ്ങാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഞങ്ങളുടെ ജീവിതം അവസാനിപ്പിക്കുകയാണ്. എനിക്ക് എത്തിച്ചേരാൻ പറ്റിയില്ല. അപ്പം ഇന്നും ജീവനും മരണത്തിനും ഇടയ്ക്ക് കിടക്കുന്ന ധാരാളം മനുഷ്യരുണ്ട്. അവരെ തേടി ഇറങ്ങുക എന്നതാ. അതായത് അവർ ഇരിക്കുന്നത്, നമ്മൾ കാണുന്നത് തെരുവിലെ മനുഷ്യരെന്ന് പറഞ്ഞ് നമ്മൾ കാണുന്ന ബസ് സ്റ്റാൻഡിൽ ഇരിക്കുന്നവരോ അല്ല ഇച്ചിരി ജടയുമായിട്ട് ഇരിക്കുന്നവരോ ഒക്കെ. അങ്ങനെയല്ല. ഗ്രാമങ്ങളിലും വീടാന്തരവും ഒക്കെ ഇറങ്ങി ചെല്ലുമ്പോഴത്തേക്ക് അതിനകത്തുണ്ട് അവരുടെ ജീവിതത്തിൻ്റെ അവസാന നാളുകൾ. ഇത്തിരി ഭക്ഷണം മാത്രം മതി മനുഷ്യന് ജീവിക്കാൻ വേണ്ടി, ഇത്തിരി വസ്ത്രം മാത്രം മതി മനുഷ്യന് ജീവിക്കാൻ വേണ്ടി. വസ്ത്രവും വെള്ളവും ഭക്ഷണവും ചെറിയൊരു കൂടാരവും ഉണ്ടെങ്കിൽ അവർ സന്തുഷ്ടരാണ്. അപ്പം അങ്ങനെയുള്ള മക്കളുടെ ഇടയിലേക്ക് നമ്മൾ ഇറങ്ങുന്നു. ഇവിടുന്ന് തെങ്കാശി ഏരിയയിലുണ്ട്, പാവൂർചിത്രം ഏരിയയിലുണ്ട്, രാജപാളയത്തുണ്ട്, കോയമ്പത്തൂരുണ്ട്. ഈ 4 ഇടങ്ങളിലായിട്ട്. കോയമ്പത്തൂരും ഇവിടെയൊക്കെ ഞങ്ങൾ എങ്ങനെയാണ് അനുദിന ജീവിതം കഴിക്കുന്നതെന്ന് ചോദിച്ചാൽ പച്ചക്കറി മാർക്കറ്റുകളിലേക്ക് ചെല്ലും. പച്ചക്കറി മാർക്കറ്റുകളിൽ തുടിയലൂർ മാർക്കറ്റിലൊക്കെ ചെന്നിട്ട് അര കിലോ ക്യാരറ്റ്, 1 കിലോ വെണ്ടയ്ക്ക, ഇങ്ങനെ മാറി രാത്രി 10 മണിയാകുമ്പം തുടങ്ങുന്ന സംഭവം 12-1 മണിയൊക്കെ ആകുമ്പം 1.5 ടണ്ണോളം പച്ചക്കറിയാവും. അങ്ങനെ ആ പച്ചക്കറികളെല്ലാം സംഭരിച്ച് പിറ്റേ ദിവസം അവിടെ അടുത്തുള്ള ഇടവക്കാർ ഒക്കെ വന്ന് അതെല്ലാം. ഇവിടെ ഇടവക്കാർ പോലും ഇല്ല. ഇവിടെ പാവൂർചിത്രം മാർക്കറ്റിൽ നമുക്ക് കിട്ടുന്നു. ഇവിടെ അടുത്തുള്ള സ്ഥലങ്ങളിലെല്ലാം നമ്മൾ പോകുന്നു. എന്നിട്ട് ഇവിടെ നമ്മൾ സ്റ്റാഫും നമ്മളും എല്ലാം കൂടെ അതെല്ലാം ക്രമീകരിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നു.
ഇത്രയും കാര്യങ്ങൾ കേൾക്കുമ്പോൾ തന്നെ അത് വാക്കുകളിൽ പറയേണ്ട കാര്യങ്ങളല്ല, എനിക്ക് തോന്നുന്നത് പ്രവൃത്തിയിലൂടെ ചെയ്യുന്ന കാര്യങ്ങളാണ്. അച്ഛൻ വാക്കുകളിലല്ല പറയുന്നത്, അച്ഛൻ ഇതെല്ലാം എന്ത് പ്രവർത്തിക്കുന്ന കാര്യമാണ് അച്ഛൻ പറയുന്നത്. അതുകൊണ്ട് തന്നെ അച്ഛൻ്റെ ആ ജീവിതത്തിൻ്റെ ആ ഒരു പ്രവൃത്തികളിലേക്ക് തന്നെ നമുക്ക് ഈ ഒരു പ്രോഗ്രാമിലൂടെ അച്ഛനിലൂടെ തന്നെ ഒരു യാത്ര ഈ ഒരു ചോസനിലൂടെ ഞങ്ങളിപ്പോൾ നമുക്ക് നടത്താം. എന്തായാലും അച്ഛൻ്റെ ആ ദൈനംദിന ഒരു ജീവിത ലൈഫ് അതെങ്ങനെ പോകുന്നു എന്നുള്ളത് നമുക്ക് ഇന്ന് കാണാം. അൻപില്ലത്തിൻ്റെ വാഹനത്തിലാണ് ഇനി നമ്മൾ ഇവിടുന്ന് യാത്രയാകുന്നത്. നമ്മൾ പോകുന്നത് തമിഴ്നാടിൻ്റെ ഗ്രാമപ്രദേശങ്ങളിലേക്ക്, ഈ പറഞ്ഞ ഇവിടുത്തെ മക്കളെ കാണാനും പാവപ്പെട്ടവരെ കാണാനും അവർക്ക് ഭക്ഷണം കൊടുക്കുവാനും എല്ലാം ആണ്. എന്തായാലും ബാക്കി വിശേഷങ്ങൾ നമുക്ക് പോകുന്ന വഴി. നമ്മളിപ്പോ അൻപില്ലത്ത് നിന്ന് ഇറങ്ങി, നമ്മൾ ഇനി എങ്ങോട്ടാ പോകുന്നത്? നമ്മളിപ്പോ തെങ്കാശിയുടെ പ്രാന്തപ്രദേശത്തേക്കാണ് നമ്മൾ പോകുന്നത്. ഇപ്പൊ നമ്മൾ കീഴപ്പാവൂർ ഏരിയയിലേക്കൊക്കെയാണ് നമ്മൾ പോകുന്നത്. സമൂഹത്തിന്റെ അരികു പറ്റി ജീവിക്കുന്ന മനുഷ്യരെന്ന് പറയണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് കാണാൻ പറ്റുന്ന ആളുകളുടെ ഇടയിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പം അവിടെ കുറച്ച് മക്കളെ നമ്മൾ പരിപാലിക്കുകയും സംരക്ഷിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. നമുക്ക് അൻപൂലത്തിൽ എല്ലാവരെയും കൂടെ കൂട്ടിക്കൊണ്ട് വരാനോ അല്ലെങ്കിൽ അവരെ അവിടെ താമസിപ്പിക്കാനോ അതിന്റെ ആവശ്യം തന്നെ ഇല്ല. എന്നാന്ന് ചോദിച്ചാൽ ഓരോ മനുഷ്യനും ദൈവത്തിന്റെ രൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട വ്യക്തിത്വമുള്ള മനുഷ്യരാണ്. അവരെ പിടിച്ചോണ്ട് പോയി ഒരിടത്ത് കൊണ്ട് കെട്ടിപ്പൂട്ടി ഇടുക എന്നുള്ളതല്ല അൻപൂലം വിഭാവനം ചെയ്യുന്നത്. അവരായിരിക്കുന്ന ഇടയിൽ അന്തസ്സോടെ ജീവിക്കാൻ വേണ്ടി അവരെ സാധ്യമാക്കുക. മാനസിക രോഗം കൊണ്ട് അത് തീർത്തും പറ്റാത്തവരെയാണ് നമ്മൾ അൻപൂലത്തിലേക്ക് കൊണ്ടുവരിക. അതാണ് നമ്മൾ ചെയ്യുന്നത്. അച്ഛൻ പറഞ്ഞു എല്ലാവരെയും ഇപ്പോൾ അൻപില്ലത്തിൽ കൊണ്ടുവരേണ്ട ആവശ്യമില്ല എന്ന് അച്ഛൻ പറഞ്ഞു. അപ്പോൾ അത്തരത്തിലുള്ളവർ എങ്ങനെയാണ് കിടക്കുന്നത്? അവർ ഒറ്റയ്ക്കാണോ അല്ലെങ്കിൽ അവരും ഈ ഒരു വഴിയോരത്തോ അല്ലെങ്കിൽ അങ്ങനെ കിടന്ന് ഉറങ്ങുന്നവരാണോ? ആരും അനാഥരായിട്ട് ജനിക്കുന്നില്ലല്ലോ. അപ്പനും അമ്മയും ഇല്ലാതെ എങ്ങനെയാ മനുഷ്യരുണ്ടാകുന്നത്? പക്ഷെ അപ്പനും അമ്മയെന്നൊക്കെ വിളിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ അതിന് സാഹചര്യം മക്കളെന്നൊക്കെ വിളിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ അതിന് ആ സമൂഹപരമായ അല്ലെങ്കിൽ ആ സംരക്ഷണപരമായ കാര്യങ്ങളൊക്കെ ഉണ്ടാവണം. അവഗണിക്കപ്പെടുന്നവരാണ് അനാഥരായി മാറുന്നത്. അപ്പൊ അങ്ങനെയുള്ളവര് ഒരുപാട് പേര് ചിലപ്പോൾ വീടുക്കുള്ളിൽ തന്നെ, ഉദാഹരണത്തിന് അമ്മ ഇവിടുത്തെ DDRO എന്നോട് ചോദിച്ചു, ഫാദർ ഇങ്ങനെ സ്ട്രീറ്റിൽ കൊണ്ടുപോയി ഭക്ഷണം കൊടുക്കണോന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ ആളിനെ കൂട്ടിക്കൊണ്ട് പോയി, ഒരിടത്തേക്ക് പോയപ്പോഴത്തേക്ക് ഒരമ്മയുടെ കണ്ണ്, ആ അമ്മയ്ക്ക് വീടുണ്ട്, ഒരു മുറി വീടുണ്ട്. ആ ഒരു മുറി വീടിനകത്ത് തന്നെ ഭക്ഷണം ഉണ്ടാക്കാനും പറ്റും. പക്ഷെ രണ്ട് കണ്ണും കാണാൻ പറ്റത്തില്ല. 99% ബ്ലൈൻഡാ. എന്നാൽ വെളിച്ചം മാത്രം വല്ല സൂര്യപ്രകാശമുള്ളപ്പം ചെറുതായിട്ട് കാണാൻ പറ്റും, അത് മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ള അമ്മക്ക് ഇപ്പൊ കൊടുക്കേണ്ടത്, അവർക്ക് വേണ്ടത് ഭക്ഷണം മാത്രമാണ്. അതിന് അമ്മ ഉണവോ അല്ലെങ്കിൽ മറ്റേതിൽ ഹോട്ടലിലോ പോയി വാങ്ങിച്ചു കഴിക്കാൻ പറ്റുമോ? അപ്പം അതിനോട് സുവിശേഷം പറയുകയും അതിൻ്റെ കൂടെ ആയിരിക്കാൻ സാധിക്കുകയും അതിന് ഭക്ഷണം കൊടുക്കുകയും ചെയ്യുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പം അങ്ങനെയാണ് എല്ലാവരും, നമ്മളെല്ലാവരെയും ഈ ജഡ കണ്ട് അല്ലെങ്കിൽ ഇത്തിരിയേറെ മുഷിഞ്ഞ വസ്ത്രം കാണുമ്പോൾ നമ്മൾ കൊണ്ട് ഭക്ഷണം കൊടുത്തിട്ട് കേരളത്തിലെ സിറ്റുവേഷനിലാണ് ഒരാൾക്ക് നമ്മൾ ഭക്ഷണം കൊടുക്കും. അപ്പം 10 പ്രേക്ഷിതരുണ്ട്, ആ 10 പ്രേക്ഷിതരും കൂടെ 10 ഫുഡ് കൊണ്ട് കൊടുക്കും. അയാൾക്ക് കഴിക്കാൻ പറ്റുമോ? കഴിക്കാൻ പറ്റില്ല. കേരളത്തിൽ പലയിടത്തും ഞാൻ കണ്ടിട്ടുണ്ടത്. ഞാൻ പതുക്കെ ഇങ്ങനെയുള്ള മക്കളുടെ കൂടെ ഇരിക്കുമ്പം അവിടെ 4, 5, 6 പൊതികളൊക്കെ അവരുടെ കൂടെ ഇരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയല്ല,
ശരിക്കും അനാഥരും അഗതികളുമായിരിക്കുന്നവർ നമ്മുടെ വീടുകളിൽ തന്നെ ഉണ്ടെന്നുള്ള സത്യം തിരിച്ചറിഞ്ഞ് ടു റീച്ച് ഔട്ട്, നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയാലേ അത് നമുക്ക് മനസ്സിലാവുകയുള്ളൂ. സുവിശേഷ സത്യം നമ്മളെ പുറത്തേക്ക് ഇറക്കിപ്പിക്കുന്നു എന്നതാ പച്ചപരമാർത്ഥം. അതെ, ഞാനിപ്പോ ഈ അച്ഛന്റെ വണ്ടിയാണ് ഇന്നിപ്പോ ഞാൻ ഓടിക്കുന്നുള്ളൂ. എങ്കിലും ഞാൻ ഈ വണ്ടിയിൽ കയറിയപ്പോ ഞാൻ ഈ ഒരു ഓഡോമാസ് ഒക്കെ ഇതിനകത്ത് കണ്ടു. ഇതെന്താണ് ഈ വണ്ടിയിൽ? ഇത് പേസി വണ്ടിയൊക്കെയാണ്, പക്ഷെ ഓഡോമാസ് ഒക്കെ എന്താണ് ഇതിനകത്ത് ഇരിക്കുന്നത്? ഓഡോമോസ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതെന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഈ വണ്ടിയുമായിട്ട് പോകുന്നെങ്കിലും എല്ലായിടത്തും നമുക്ക് വണ്ടിയായിട്ട് പോകാൻ പറ്റില്ല. മിക്കവാറും വണ്ടി ഒരിടത്ത് കിടക്കും, ഞാൻ മക്കളുടെ കൂടെ ഇങ്ങനെ നടന്ന് അലഞ്ഞു തിരിയാറുണ്ട്. അപ്പം എന്തുകൊണ്ടാണ് ഈ മക്കളുടെ കൂടെ, മാനസിക രോഗികളായ മക്കളുടെ കൂടെ അല്ല ചെറിയവരുടെ കൂടെ ഇങ്ങനെ നടക്കുമ്പോഴത്തേക്ക്, അവരോട് സുവിശേഷം പറയുമ്പോഴത്തേക്ക്, നമ്മൾ അങ്ങനെ പറഞ്ഞു പോകുമ്പോഴത്തേക്ക് ചിലപ്പം കിലോമീറ്ററുകളൊക്കെ താങ്ങാറുണ്ട്. ചിലപ്പം നമ്മൾ കിടന്നുറങ്ങുന്നത് ബസ് സ്റ്റാൻഡിൽ കിടന്നുറങ്ങാം, ചിലപ്പം കടത്തിണ്ണയിൽ കിടന്നുറങ്ങേണ്ടി വരാറുണ്ട്. അപ്പം വളരെ എപ്പോഴും അങ്ങനെയാണെന്ന് അർത്ഥവുമില്ല. 5 സ്റ്റാർ ഹോട്ടലിലും കിടന്നിട്ടുണ്ട്, കടത്തിണ്ണയിലും കിടന്നിട്ടുണ്ട്. അങ്ങനെ ദൈവം നമ്മളെ എല്ലാ വഴിയിലൂടെയും കൊണ്ടുപോകാറുണ്ട്. സാഹചര്യം അനുകൂലമാണേലും പ്രതികൂലമാണേലും സുവിശേഷം പ്രഘോഷിക്കാനല്ലേ പറഞ്ഞേക്കുന്നത്. എന്നാൽ ദാരിദ്ര്യത്തിലോ സമൃദ്ധിയിലോ സുഭിക്ഷതയിലോ ദുർഭിക്ഷതയിലോ എന്നെ ശക്തനാക്കുന്ന എൻ്റെ ഈശോയിലൂടെ നമ്മളെ കൊണ്ട് എല്ലാം ചെയ്യാൻ സാധിക്കുന്നല്ലേ. ഒരു അനുഭവം പറയാം. എനിക്ക് ഒരു മകനുണ്ടായിരുന്നു. അവന് ബീഹാരിലാൽ എന്നാണ് അവൻ്റെ പേര്. അവന് കൊറോണയ്ക്കൊക്കെ ഒത്തിരി കാലം മുമ്പ് എനിക്ക് കിട്ടിയതാണ്. അപ്പം കൊറോണയ്ക്ക് മുമ്പ് ഞാൻ അവനെ വീട് തേടിക്കൊണ്ട് ഒരു സ്ഥലത്തേക്ക് പോയി. ആ സ്ഥലം എന്ന് പറയുന്നത് റാഞ്ചിയിൽ നിന്നുമൊക്കെ ഒത്തിരിയേറെ അകത്ത്. ഇപ്പം ഞാൻ സ്ഥലമൊക്കെ ശരിക്കും മറന്നുപോയി. ലോക്കൽ ട്രെയിനിലൊക്കെ കയറി അവിടം വരെ എനിക്ക് ആരോ ഒരു ഫ്ലൈറ്റ് ടിക്കറ്റൊക്കെ റാഞ്ചിക്ക് എടുത്ത് തന്നിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ സാധാരണ ട്രെയിനിൽ കയറി അതുകൊണ്ട് ഒരു ദിവസമൊക്കെ യാത്ര ചെയ്തു. ഇങ്ങനെ ട്രെയിനിൽ സാധാരണ ലോക്കൽ ട്രെയിനിലൊക്കെ യാത്ര ചെയ്താണ് അങ്ങ് ചെല്ലുന്നത്. ആളുകളുടെ ഇടയിലെല്ലാം കൂടെ യാത്ര ചെയ്ത് അവൻ പറഞ്ഞ റെയിൽവേ സ്റ്റേഷൻ എത്തി. ആ റെയിൽവേ സ്റ്റേഷനിൽ അന്ന് വൈകിട്ട് അവിടെ കിടക്കുമ്പോഴത്തേക്ക്, കാര്യം അടുത്തെങ്ങും നമ്മുടെ പള്ളികളൊന്നും കണ്ടില്ല, അവിടെ കിടന്ന് ഒരു ചെറിയ പുതപ്പ് ഉപയോഗിച്ച് കിടക്കുമ്പോൾ രാത്രി ആരാണ്ടോ വന്ന് എൻ്റെ കാലെ ഞോണ്ടി. ഞാൻ എന്നാന്ന് നോക്കിയപ്പോഴത്തേക്ക് പേടിച്ചു പോയി. ഏതോ ഒരു ആന്റി സോഷ്യലായ മനുഷ്യൻ ഏതോ പെണ്ണാന്ന് വിചാരിച്ചുകൊണ്ട് എൻ്റെ കാലെ ഞോണ്ടിയതാ. ഞാൻ അവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കിയപ്പോഴത്തേക്ക് ആ റെയിൽവേ മാനേജർ ഇറങ്ങി വന്നു. അപ്പം അയാൾക്ക് മനസ്സിലായി ഞാനൊരു സ്വാമിയാന്ന്. ഉത്തരേന്ത്യയൊക്കെ ആയതുകൊണ്ട് സ്വാമിമാരെ ബഹുമാനിക്കുന്നവരോ. മാത്രവുമല്ല, അയാളോട് പറഞ്ഞു വന്നപ്പോൾ അത് ഞാനൊരു അച്ഛനാണെന്ന്, ഫാദറാണെന്ന് പറഞ്ഞപ്പോൾ അയാൾക്ക് കോൺവെന്റ് സ്കൂളുകളെ പരിചയമുള്ളത് കൊണ്ട് അയാളുടെ മുറി എനിക്ക് തുറന്നു തന്നു. രാവിലെ അയാളുടെ മുറിയിലാണ് രാവിലെ വരെ ഞാൻ ചെലവഴിച്ചത്. അതിനുശേഷം ഈ റെയിൽവേ സ്റ്റേഷൻ്റെ 1 കിലോമീറ്റർ ചുറ്റളവിൽ ഞാനിങ്ങനെ കറങ്ങി നടക്കുമ്പോഴത്തേക്ക് സമയം 4 മണിയായി. ആ 4 മണിയായപ്പോഴത്തേക്ക് ഒരാൾ പറഞ്ഞു ഇവിടെ അടുത്തൊരു കോൺവെന്റ് ഉണ്ടെന്ന് പറഞ്ഞ് ആ കോൺവെന്റിൽ ചെന്നു. ആ സിസ്റ്ററും എന്നോട് ചോദിച്ചു, നിങ്ങൾ സെമിനാരിൽ നിന്ന് ചാടിപ്പോന്നതല്ലേ? ഞാൻ ഈ മുണ്ടു കൊടുത്ത് ഇങ്ങനെയുള്ള വേഷവുമല്ലേ, അച്ഛനായിട്ട് പോയ ആളല്ലേ, എനിക്കറിയാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചൂടായി. ആ സിസ്റ്ററിന്റെ കുഴപ്പമൊന്നും അല്ല കേട്ടോ. എൻ്റെ മലയാളി സിസ്റ്റർ ആണ്. ഇങ്ങനെ സിസ്റ്റർ എൻ്റെ ഒരു പ്രകൃതി കണ്ട് ഇങ്ങനെയുള്ള വേഷത്തിലല്ലേ നമ്മൾ ചെല്ലുന്നത്. അതുകൊണ്ട് പക്ഷേ അവന്റെ വീട് ആ ഒരു സിസ്റ്ററിനെ കൊണ്ട് തന്നെ, അല്ലെങ്കിൽ സിസ്റ്ററുമായിട്ട് തന്നെ അവന്റെ വീട് എനിക്ക് കണ്ടുപിടിക്കാൻ സാധിച്ചു. അതിനുശേഷം ഞാൻ തിരിച്ചു വന്നപ്പോഴത്തേക്ക് തിരുവനന്തപുരത്താണ് ഞാൻ ഇറങ്ങിയത്. തിരുവനന്തപുരത്ത് ഇറങ്ങിയപ്പോഴത്തേക്ക് നമ്മുടെ മേജർ ആർച്ച് ബിഷപ്പ് ക്ലിമീസ് പിതാവ് ബാവ തിരുമേനി അവിടെ ഉണ്ട്. ബാവ തിരുമേനിയെ കാണും. ബാവ തിരുമേനി പറഞ്ഞു, അച്ഛാ പോകരുത്, ഇന്നെൻ്റെ ഫീസ്റ്റാ, അതുകൊണ്ട് ഭക്ഷണം കഴിച്ചിട്ടേ പോകാവുള്ളൂ എന്ന് പറഞ്ഞു. തിരുവായ്ക്ക് എതിർവായില്ലല്ലോ. പിതാവ് പറഞ്ഞത് കേട്ടുകൊണ്ട് ഞാൻ അവിടെ ഇരുന്നു. അന്ന് പിണറായി സർക്കാരിൻ്റെ ഭരണസമയമാണ്, പഴയ കാലത്ത്. അപ്പോൾ പിതാവ് എല്ലാവരോടും കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം ഞാൻ പിതാവൊക്കെ ഇരിക്കുന്ന സ്ഥലത്തേക്ക് ചെന്നപ്പോഴത്തേക്ക് കേരളത്തിലെ എല്ലാ മന്ത്രിമാരും ഉണ്ട്. അപ്പം അവിടെ വെച്ച് പിതാവ് പറഞ്ഞു, ദരിദ്രരോട് സുവിശേഷം പ്രഘോഷിക്കുന്ന ദൈവരാജ്യത്തിന്റെ അടയാളവാ, ദരിദ്രരെ കൂടാതെ സഭയില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് പിതാവ് പറഞ്ഞു, ആ അച്ഛൻ കണ്ടോ, വിവാഹവസ്ത്രം ധരിക്കാത്ത ആ അച്ഛനുണ്ടല്ലോ, ഈ അച്ഛനും തമിഴ്നാട് തെരുവൂരിൽ ശുശ്രൂഷ ചെയ്യുക ഇത്രയും പേരുടെ മുമ്പിൽ. ഞാൻ പറഞ്ഞു വരുന്ന ഒരിടത്ത് നമുക്ക് ബഹുമതി,
ഒരിടത്ത് നമുക്ക് ഇച്ചിരി താഴേണ്ടി വരുന്ന അവസ്ഥ വന്നു. പക്ഷെ എന്ത് വന്നാലും ഒന്ന് മനസ്സിലാക്കേണ്ടത്, എന്നെ ദൈവം മനസ്സിലാക്കിപ്പിച്ച കാര്യം ഇതാണ്: ഏത് സാഹചര്യത്തിലും കർത്താവിന് ശുശ്രൂഷ ചെയ്യുക, കർത്താവിന് സാക്ഷിയായിരിക്കുക. വ്യക്തികളല്ല ഇവിടെ പ്രധാനം. ഈശോയുടെ പീഡാസഹന മരണ ഉത്ഥാനമായ പരിശുദ്ധ കുർബാനയുടെ ചൈതന്യം ജീവിക്കുക എന്നതാണ് പ്രാധാന്യമായിരിക്കുന്നത്. അത് സഭയുടെ ജോലിയാണ്. നമ്മളിപ്പോൾ അൻപലത്ത് നിന്ന് എല്ലാ ദിവസവും 1000-ലധികം ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഭക്ഷണം കൊടുക്കുന്ന ഒരു യൂണിറ്റിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ഇത് ഇവിടെ ഇപ്പോൾ ഭക്ഷണം റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. റെഡിയായി കഴിഞ്ഞു, അത് പാക്ക് ചെയ്ത് അയക്കുന്നതിൻ്റെ ഉള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അച്ഛാ, ഇത് എവിടെയാണ് സ്ഥലം? എങ്ങനെയാണ് ഇവിടെയുള്ള കാര്യങ്ങൾ നടക്കുന്നത്? തെങ്കാശിയിൽ നിന്ന് ഒരു 50 കിലോമീറ്റർ താണ്ടി പാവൂർ ചിത്രം എന്ന് പറയുന്ന സ്ഥലമാണ്. ഇവിടെ നമുക്കൊരു ചെറിയ സെൻ്ററാണുള്ളത്. ഇവിടുന്ന് ഭക്ഷണം ഉണ്ടാക്കി നമ്മൾ ഇതിനിടയിലുള്ള ഒരു 20 കിലോമീറ്റർ ചുറ്റളവിൽ ഏതാണ്ട് തിരുനെൽവേലിക്ക് അടുത്ത് വരെയുള്ള സ്ഥലങ്ങളിൽ റോഡിലും വില്ലേജിലുമൊക്കെ തീർത്തും അവശരായിട്ട് മേലാതെ ഇരിക്കുന്ന ആളുകൾക്ക് ഭക്ഷണം 365 ദിവസവും എത്തിക്കുന്നത്. അല്ലാതെ ഒരു ദിവസം നമ്മൾ കൊണ്ടുപോയി ഭക്ഷണം കൊടുക്കുന്ന ഒരു കാര്യമല്ല. 365 ദിവസവും ഈ ഒരു ഭക്ഷണത്തെ കരുതിയാണ് ആളുകൾ വെയിറ്റ് ചെയ്യുന്നത്. അവർക്ക് വേണ്ടി ഈ ഒരു ഭക്ഷണം കൊണ്ട് ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ വീഡിയോ എടുക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാം ഒന്നും കാണാൻ പറ്റത്തില്ല. ചിലതൊന്നും ഒത്തിരി മോശമായ സിറ്റുവേഷനിലേക്കൊന്നും ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോകത്തുമില്ല. എന്നാൽ അതിനൊക്കെ നമുക്ക് കണ്ടാൽ, നമുക്ക് പറഞ്ഞാൽ മനസ്സിലാവാത്ത രീതിയിൽ തീരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന മക്കൾക്കാണ് ഇവിടെ അൻപൂലത്തിൽ നിന്ന് ഭക്ഷണം കൊണ്ടുപോകുന്നത്. അവർ അതുകൊണ്ടാണ് ജീവിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കൊടുത്തതിൽ എത്രയോ പേരാ മരിക്കുന്നത്. അവരെ മരിച്ച് അവരെ സംസ്കരിക്കുന്ന വരെയുള്ള കാര്യങ്ങൾക്ക് എന്നാൽ ആവുന്ന വിധം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. കാര്യം ഇവിടെ മാത്രമല്ല, ഭക്ഷണം പാചകം ചെയ്യുന്നതൊക്കെ ആരൊക്കെയാണ്? എങ്ങനെയാണ് ഇവിടെ പാചകം ചെയ്യുന്നത്? ഇവിടെ നമുക്ക് 4 സ്റ്റാഫാണുള്ളത്. സ്റ്റാഫ് കൂടാതെ കണ്ണമോഹൻ അണ്ണാച്ചിയുണ്ട്, അൻപൂലത്തിലെ സോഷ്യൽ വർക്കർ സാർ സെൽവരാജ് സാറുണ്ട്, കൂടാതെ ഇവരെല്ലാവരും സ്റ്റാഫാണ്. സ്റ്റാഫ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഫാമിലിയായിട്ട് എല്ലാവരും ഒത്തൊരുമയിൽ ചെയ്യുന്നു. ഇവിടെ സിസ്റ്റേഴ്സും അച്ഛന്മാരും ഇടയ്ക്കിടയ്ക്ക് വന്നുപോയി ശുശ്രൂഷ ചെയ്യുന്നു. സ്ഥിരമായിട്ട് ഇവിടെ നിൽക്കാൻ പറ്റില്ല. ഇവിടെ നിന്ന് ഇപ്പൊ നമ്മൾ ഈ പാക്ക് ചെയ്യുന്ന ഭക്ഷണങ്ങൾ ഇതുപോലെ വാഹനത്തിലല്ലേ? അതെ, നമ്മുടെ കൊച്ചു വാഹനങ്ങളുണ്ട്. കാര്യം ഈ കൊച്ചു വാഹനങ്ങൾ ലൂണാർ എക്സൽ പോലുള്ള വാഹനങ്ങളെ മാത്രമേ പറ്റുള്ളൂ. കാര്യം ഇതൊക്കെ ഊടുവഴികളിലൂടെ അകത്തൂടെയൊക്കെ പോകത്തുള്ളൂ. വലിയ വണ്ടി കൊണ്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെയൊന്നും ചെല്ലത്തില്ല. അപ്പോൾ അങ്ങനെ കൃത്യമായിട്ട് അർഹിക്കുന്നവരുടെ അടുക്കൽ ചെല്ലുന്നു. പരമാവധി കൈനീട്ടി വാങ്ങിക്കാൻ പറ്റാത്തവർക്ക് കൊടുക്കുന്നു. എന്നാൽ കൈനീട്ടി വാങ്ങിക്കാൻ പറ്റുന്നവരാണേലും അവർക്ക് വേറെ നിർവാഹമില്ലാത്തവരാണെന്ന് ഉറപ്പ് വരുത്തിയിട്ട് അവർക്ക് കൊടുക്കുന്നു. അതാണ് ചെയ്യുന്നത്. എത്ര മണിയോടുകൂടി ഈ ഭക്ഷണം ആരംഭിക്കും, വിതരണം? ഇത് കറക്റ്റ് 12 മണി തൊട്ട് ഭക്ഷണം കൊടുത്തു തുടങ്ങി. ഇപ്പം ബസ്സിൽ ഒരു വണ്ടി പോയി കഴിഞ്ഞു. ബസ്സിൽ പോയി ചെറിയ ദൂരേക്കുള്ള സ്ഥലത്തേക്ക് പോയി. ആ ബസ്സുകാരിൽ പോകുന്ന വാഹനം ഭക്ഷണം ആര് വിതരണം? അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് അവിടെ നമുക്ക് വേണ്ടിയുള്ള നമ്മുടെ ആളുണ്ട്. ആ ആളാണ് പോയി വണ്ടിയിൽ കൊണ്ടുപോയി വിതരണം ചെയ്യും. എന്നാൽ ബസ്സുകാർ അത് തികച്ചും ഫ്രീ ആയിട്ടാണ് ചെയ്യുന്നത്. ആ ബസ്സുകാർ അതിന് വേണ്ട സഹകരണങ്ങളെല്ലാം ചെയ്തു തരും. എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മേലാത്ത മക്കളെല്ലാം കൂടെ ഒരു കൂട്ടമായിട്ട് ഒരു സ്ഥലത്തിരിക്കുക എന്ന് മനുഷ്യൻ വിചാരിക്കാൻ പാടില്ല. അവർ പല സ്ഥലങ്ങളിൽ സ്റ്റാർട്ടേഡ് ആയിട്ടിരിക്കുക. അവരെ തേടി ഇറങ്ങുക എന്നതാണ് നമ്മുടെ ജോലിയായിരിക്കുന്നത്. അച്ഛൻ്റെ ജോലി അവരെ തേടി ഇറങ്ങുക, ടു റീച്ച് ഔട്ട്. ദൈവസ്നേഹം നമുക്ക് ചുമ്മാതിരിക്കാൻ പറ്റത്തില്ല. നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുക എന്നതാണ് പരിശുദ്ധ കുർബാനയുടെ പ്രവൃത്തിയായിരിക്കുന്നത്. അത് ദൈവം സഹായിച്ച് നമ്മളെ സഹായിക്കുന്നു, രക്ഷിക്കുന്നു.
അച്ചാച്ചൻ്റെ ദൈവവിളി അത് എപ്രകാരമായിരുന്നു? ഒരു വൈദികനാകാനാണ് അച്ഛൻ്റെ നിയോഗമെന്ന് അച്ഛൻ തിരിച്ചറിഞ്ഞത് എപ്പോഴാണ്? ഒരു സുപ്രധാന നിമിഷത്തിൽ മാലാഖ പ്രത്യക്ഷപ്പെട്ടിട്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും ഈശോ തന്നെ വന്നിട്ട് വരുവിന് എന്നെ അനുഗമിക്കാം എന്ന് പറഞ്ഞതല്ല. ഉറപ്പായിട്ടും ഞാൻ വിശ്വസിക്കുന്നു, ദൈവം തമ്പുരാൻ എന്നെ സമയമെടുത്ത് പരുവപ്പെടുത്തിയതാണ്. 30ാമത്തെ വയസ്സിൽ സെമിനാരി കയറണമെങ്കിൽ 30ാമത്തെ വയസ്സിൽ, അപ്പോൾ തീർച്ചയായിട്ടും അതിനു മുൻപ് ജോലി ചെയ്തുകൊണ്ട് നടന്ന ഒരു സമയം, അതിനു മുൻപ് ജീസസ് യൂത്തായിട്ട് നടന്ന ഒരു സമയം, അതിനു മുൻപ് ചങ്ങനാശ്ശേരിയിൽ കുരിശുമൂട്ടിലൊക്കെ നല്ല ഒരു യൂത്തായിട്ട് നടന്ന ഒരു സമയം, നല്ല ടീഷർട്ടും ടൈറ്റ് ജീൻസും ഒക്കെ ഫാഷനായിരുന്ന സമയത്ത് വുഡ്ലാൻഡ് ഷൂ ഒക്കെ ഇട്ടുകൊണ്ട് കുളത്തുവയൽ ധ്യാനകേന്ദ്രത്തിൽ ധ്യാനം കൂടാൻ പോയ ഒരു രാജേഷ് എന്നൊരു കൊച്ചനുണ്ട്. അപ്പം ആ കൊച്ചനോട് അന്ന് മോൺസിഞ്ഞോർ സി ജെ വർക്കിയച്ചൻ, ശാലോമിൻ്റെ സ്പിരിച്വൽ ഫാദറായിരുന്ന മോൺസിഞ്ഞോർ സി ജെ വർക്കിയച്ചൻ, നീ ഇനിയും സെമിനാരി പോയില്ലേ എന്ന് ചോദിച്ച ചോദ്യം, അതാണോ ടേണിംഗ് പോയിന്റ് ചോദിച്ചാൽ ഞാൻ പറയും അതല്ല. അതിനുമിടയിൽ വേറെയും കാര്യങ്ങളുണ്ട്. മമ്മി, അച്ചാച്ചൻ 16ാമത്തെ വയസ്സിൽ മരിച്ചു പോകുന്നു. ഒരു 1994 ജനുവരി 28 ഒരു വെള്ളിയാഴ്ച രാത്രി 10 മണി. ഒരു സിനിമാ സീനിലൊക്കെ കാണുന്ന പോലെ എന്ന് പറയാം. എൻ്റെ അച്ചാച്ചൻ്റെ അടുത്ത് ഞാൻ, എൻ്റെ മമ്മി, എൻ്റെ പെങ്ങൾ. ചെത്തിപ്പുഴ ആശുപത്രിയിൽ നിന്ന് അവിടുന്ന് വേറെ ആരുമില്ല. വീട്ടിലേക്ക് വരുമ്പോഴത്തേക്ക് സൈക്കിളെ ഞാൻ അച്ചാച്ചൻ്റെ ബോഡി കൊണ്ടുവരുമ്പോഴത്തേക്ക് വീട്ടിലേക്ക് വരുമ്പോഴത്തേക്ക് ആരെങ്കിലും ഒരുക്കാൻ വേണ്ടി അതിനു മുമ്പേ ഞാൻ പറയണം, സൈക്കിളെ സ്പീഡിൽ വേറൊന്നും ചിന്തിക്കാതെ വരുന്ന വഴിക്ക് മറിഞ്ഞ് വീഴുന്നത്. അതിനുശേഷം വീട്ടിൽ വന്ന് മുറി ഒരുക്കി ആ കൊച്ചു പയ്യന് അപ്പുറത്തെ അമ്മാമ്മയുടെ സഹായം കൊണ്ട് കട്ടിലിൽ ഒരു വെള്ളയൊക്കെ വിരിച്ച് ഇങ്ങനെ നിൽക്കുന്നത് തുടങ്ങി. അതിനുശേഷം പെങ്ങളെ കെട്ടിച്ചു വിട്ടു. ആകെയുള്ള മമ്മിക്കുണ്ടായ അസുഖം, ആ അസുഖത്തിൻ്റെ വിഷമത്തിൽ ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കാണ്, ജോലിയും ചെയ്യുന്നുണ്ട്, ആ ഒരു സമയത്ത് നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് വാഴപ്പറമ്പ് ഷാജിച്ചേട്ടൻ പറയുന്നു, മോനെ എൻ്റെ കൂടെ വാ, എന്നെ സഹായിക്ക്, അത്യാവശ്യമുണ്ട്, നീ വാടാന്ന് പറഞ്ഞു. അപ്പോൾ ഷാജിച്ചേട്ടൻ ഒരു ചേട്ടായിയാണ്. ചേട്ടൻ പറയുന്നത് കേൾക്കണമല്ലോ എന്ന് പറ്റിക്കൊണ്ട് പുള്ളിയുടെ കൂടെ ഓട്ടോയിൽ കയറി തെങ്ങണ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു റൗണ്ടാനയുണ്ട്. ആ റൗണ്ടാനയുടെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്ക് അവിടെ ഒരു മനുഷ്യൻ നിൽപ്പുണ്ട്. നല്ല 6 അടി പൊക്കമുള്ള ഒരു മനുഷ്യൻ. പക്ഷേ അയാൾ ഒരു 5-6 ദിവസങ്ങളായിട്ട് പുള്ളിയുടെ ഡ്രസ്സ് പുള്ളി മാറിയിട്ട് ഭയങ്കര മണവും ഉണ്ട്. ആ മനുഷ്യൻ വലിയ വടി കൊണ്ട് റൗണ്ടാനയ്ക്കിട്ട് അടിക്കുക. അപ്പോൾ ആ മനുഷ്യനെ പിടിക്കണം വേണ്ടിയാണ് ഇവർ പോയത്. എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായില്ല. നീ കൊച്ചു പയ്യനല്ലേ, കരാട്ടേക്ക് പിള്ളേരൊക്കെ പഠിക്കാൻ പോകുന്ന പോലെ ഞാനും ഒക്കെ അതിലൊക്കെ വന്നുകൊണ്ടുമ്പോൾ ഞാൻ ഇച്ചിരി വലിയ പുള്ളിയാണെന്നൊരു ചിന്തയുള്ളത് കൊണ്ട് തന്നെ സിസർ കട്ടിട്ട് പുള്ളി അങ്ങ് പുറത്തുനിന്ന് അങ്ങ് പിടിച്ചു. അപ്പോൾ എല്ലാവരും കൂടെ കൂടി, ബാക്കി എല്ലാവരും കൂടെ പിടിച്ച് പുള്ളി ഓട്ടോയെ കയറ്റി ചെത്തിപ്പുഴ ആശുപത്രി കൊണ്ടുവന്നു. ചെത്തിപ്പുഴ ആശുപത്രിയൊക്കെ വന്നു പുള്ളിയുടെ കാലങ്ങനെ നനഞ്ഞിരിപ്പുണ്ട്. അപ്പോൾ അവിടെ ടേബിളേക്ക് കിടത്തി പുള്ളി മയക്കാനുള്ള ഇഞ്ചക്ഷൻ കൊടുത്തു. അപ്പോഴേക്കും ബാക്കിയുള്ളവരെല്ലാം അങ്ങ് പോയപ്പോഴത്തേക്ക് പതുക്കെ സിസ്റ്റേഴ്സ് വന്ന് പുള്ളിയുടെ പാൻ്റ് അങ്ങ് ഇച്ചിരി പൊക്കിയപ്പോഴത്തേക്ക് കാലിൽ പഴയ കുഴിക്കക്കൂസിനകത്ത് പുഴുക്കൾ ഇങ്ങനെ നുരയ്ക്കുന്നത് നമുക്ക് കാണാം. അതുപോലെ പുഴുക്കൾ കാലിലിങ്ങനെ നുരച്ച് നിൽക്കുക. അവിടുന്ന് അതെല്ലാം വൃത്തിയാക്കുന്നതെല്ലാം ഞാനിങ്ങനെ മാറി നിന്ന് കണ്ടു. അതിനുശേഷം ഡോക്ടർ നോബിളാണെന്ന് എനിക്ക് തോന്നുന്നു. അന്ന് ആ ഡോക്ടർ വന്നിട്ട് ചോദിച്ചു, അപ്പനെ ഇത്ര മേലാഞ്ഞിട്ട് നിങ്ങൾ തനിയെ വിട്ടല്ലോ എന്ന് ചോദിച്ചു. അപ്പനെ വിട്ടല്ലോ എന്ന്. അതെൻ്റെ അപ്പനായിരുന്നു, അതെൻ്റെ ഈശോ ആയിരുന്നു. അതെൻ്റെ ജീവിതത്തിൽ ഒരു ടേണിംഗ് പോയിൻ്റാണ്. പിന്നെയും ഒത്തിരിയുണ്ട്. പിന്നെയും ടേണിംഗ് പോയിൻ്റ് അതായിരുന്നു എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ജീസ് യൂത്തിലെ 5 സഹോദരങ്ങൾ, റോയിച്ചനും രജനിയും ബിന്ദുവും ഷിജിയും റീനായും, പൂക്കിപ്പറമ്പ് ബസ് ആക്സിഡൻറ്റിൽ തലേ ദിവസം വരെ ഒരുമിച്ച് കൂടെ ഉണ്ടായിരുന്ന റോയിച്ചൻ ചുമ്മാ പച്ച റബ്ബർ മരം പോലെ കത്തിയെരിയുന്നത്. ആ ബസ് കത്തിയതിനടുത്ത് ഞാൻ പോയപ്പോൾ അവിടെ നിന്ന് ഒരു മനുഷ്യനോട് പറഞ്ഞു, ആ തെങ്ങും തലപ്പോളം ഉയരത്തി തീ ആളിക്കത്തിയെന്ന്.
കൂടെ ഉണ്ടായിരുന്ന പലരെയും റോയിച്ചൻ ബസ്സിൻ്റെ ചില്ല് പൊട്ടിച്ച് പുറത്തേക്കിട്ടു, ബിന്ദുവിനെയും പിടിച്ച് പുറത്തേക്കിട്ടു. അപ്പോഴേക്കും അവരെല്ലാം കത്തിയാൻ മറന്നു. ബിന്ദുവിനെ ഒരു സാക്ഷ്യത്തിനെന്നോണം പിറ്റേ ദിവസത്തേക്ക് അവളെ കാണാൻ സാധിച്ചു. അപ്പം പറഞ്ഞു, രാജേഷ് ചേട്ടാ ഈ റോയിച്ചനൊന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഇത് കണ്ട് അവൾ ജീവനോടെ ഇരിക്കുമെന്ന് കരുതി തിരിച്ചു പോന്ന ഞാൻ ആലപ്പുഴ എത്തിയപ്പോഴേക്ക് അവളും മരിച്ചു. പിന്നെ ഇതാണോ എൻ്റെ ജീവിതത്തിൽ പൗരോഹിത്യത്തിലേക്ക് വരാനുള്ള കാരണം എന്ന് ചോദിച്ചാൽ എനിക്കറിഞ്ഞുകൂടാ. ജീസ് യൂത്ത് ആയതുകൊണ്ട് തന്നെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഞാൻ പോകുന്ന മരണാടക്കൊക്കെ വളരെ ചെറുപ്പക്കാരുടെയാണ്. ജീവിതത്തിൻ്റെ നൈനിമിഷികത ഇത്രയേ ഉള്ളൂ എന്നൊരു വലിയ തോന്നൽ. അതിലൂടെ തന്നെ എൻ്റെ ജീവിതം കർത്താവിന് വേണ്ടി കൊടുക്കണമെന്നുള്ള ഒരു തോന്നൽ. അത് ഇങ്ങനെ ടൈം എടുത്തു. ഏതാണ്ട് പറഞ്ഞ 7 വർഷങ്ങൾക്ക് മേലെ എടുത്തു. ആ 7 വർഷങ്ങൾക്ക് ശേഷം അതിനിടയിൽ പല കോൺഗ്രിഗേഷനിലൂടെയും പലതിലൂടെയും ഒക്കെ കടന്ന് അവസാനം ദൈവം എന്നെ കൊണ്ടുവന്നെത്തിച്ച് പരിശുദ്ധ കുർബാനയുടെ സഭ. ഒരു ബിസിനസ് എക്സിക്യൂട്ടീവായിട്ട് ജോലി ചെയ്ത സമയം, ഒരു ഇവൻ്റ് എക്സിക്യൂട്ടീവായിട്ട് ജോലി ചെയ്ത സമയം, അങ്ങനെ പല സമയങ്ങളുണ്ട്. ജീവിതത്തിൻ്റെ വിവിധ തുറകളിൽ പോയ സമയങ്ങളിൽ ആളുകളുമായിട്ടൊക്കെ കണ്ടുപെട്ടതിൻ്റെ കച്ചവടത്തിൻ്റെ കപടത, അങ്ങനെ എല്ലാ മേഖലയിലൂടെയും ദൈവം എന്നെ കടത്തിക്കൊണ്ട് പോവുകയായിരുന്നു. എല്ലാം ഒന്നും പറയാൻ പറ്റില്ല, കുറച്ചൊക്കെ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോഴൊക്കെ ദൈവം എന്നെ തിരുത്തിയെടുക്കുകയായിരുന്നു, മാറ്റിയെടുക്കുകയായിരുന്നു, കർത്താവിന് വേണ്ടി ഒരുക്കുകയായിരുന്നു. ഇന്നും ആ ഒരുക്കൽ നടക്കുന്നു. ഇന്നും അച്ഛനായിട്ടും ദൈവം എന്നെ ഒരുക്കിക്കൊണ്ടിരിക്കുക, ഫോർമേറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുക. ഞാൻ പൂർണ്ണമായിട്ടും മാറുന്ന സമയം എൻ്റെ മരണം വരെ ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. അച്ഛൻ എങ്ങനെയാണ് അച്ഛാ MCBS സഭയിലേക്ക് എത്തിപ്പെട്ടത്? അത് 30ാമത്തെ വയസ്സിൽ. ഞാൻ പറഞ്ഞില്ലേ, ഞാനൊരു 25 വയസ്സ് വരെ അന്വേഷണത്തിലേക്കായിരുന്നു, എവിടേക്കാണ് ദൈവം എന്നെ വിളിക്കുന്നതെന്ന്. വ്യത്യസ്തമായ കോൺഗ്രിഗേഷനുകളിൽ സലേഷനിൽ പോയി, ജസ്യൂട്ടിൽ പോയി, കർമ്മലൈറ്റിൽ പോയി, ട്രിനിറ്റിയിൽ പോയി. ഇങ്ങനെ 1-2 ദിവസമൊക്കെ അവരുടെ കൂടെ സെമിനാരിക്കാരനാകണമെന്നുള്ള ആഗ്രഹം പറഞ്ഞും അല്ലാതെയും ഒക്കെ പലയിടത്തും താമസിച്ചു. അങ്ങനെ പല കോൺഗ്രിഗേഷനിൽ താമസിച്ചു, പലയിടത്ത് താമസിച്ചു, രൂപതയിലെ സെൻറ്ററുകളിലും താമസിച്ചു. ഇതിനിടയിൽ എന്നെ താല്പര്യപ്പെട്ടവരും ഇല്ലാത്തവരും ഒക്കെയുണ്ട്. പക്ഷെ 9ാമത്തെ സ്ഥലമാണ് ശരിക്കും പറഞ്ഞാൽ MCBS. അവിടെ നമ്മുടെ കരുന്തോളിലച്ഛനാണ് അന്നത്തെ ജനറൽ. അച്ഛനെയും കൊണ്ട് ഞാൻ പോകുന്നത് തന്നെ ഞാൻ ഓർക്കുന്നുണ്ട്. ടെർലിയമ്മ എന്ന് പറയും, എസ്റ്റിയിലെ ഒരു അമ്മയാണ്, നല്ല ഗുണ്ടമ്മയാണ് ടെർലിയമ്മ, നല്ല വണ്ണമുള്ള ടെർലിയമ്മയാണ്. അപ്പോൾ ടെർലിയമ്മയും കൊണ്ട് എന്നെയും കൊണ്ട് പോകുന്നു. കാര്യം ടെർലിയമ്മ അന്ന് എസ് ടി കോൺഗ്രിഗേഷനിൽ ധ്യാനിപ്പിച്ചതിന് ശേഷം ഞാൻ ജീസ് യൂത്ത് ആയിരിക്കും ധ്യാനിപ്പിച്ചതിന് ശേഷം അമ്മ എന്നെ സൂത്രത്തിൽ ഈ MCBS പരിചയപ്പെടുത്താൻ വേണ്ടി കൊണ്ടുപോവുകയാണ്. അപ്പം അവിടെ കരുന്തോളിലച്ഛനാണ്. അപ്പോൾ കരുന്തോളിലച്ഛൻ പറഞ്ഞു, മോനെ നിനക്ക് കുർബാനയുടെ സഭ നിനക്ക് പറ്റുമോ? നിനക്ക് രൂപത വല്ലോ അല്ലേ ചേരുന്നത്, നീ പറ്റുമോ? അപ്പം ഞാൻ പറഞ്ഞു, അച്ഛാ, ദൈവം പരിശുദ്ധ കുർബാനയെ ക്രൈസ്തവ ജീവിതത്തിൻ്റെ കേന്ദ്രം, ഈശോയുടെ പീഡാസഹന മരണ ഉത്ഥാനമാണ് ഈശോയുടെ കേന്ദ്രമായിരിക്കുന്നത്. എല്ലാ തലങ്ങളിലേക്കും അപ്പമാകാൻ വേണ്ടി എനിക്ക് സാധിക്കണമെങ്കിൽ ഞാൻ വിചാരിക്കുന്നു എന്ന് പറഞ്ഞു. കാര്യം ഞാൻ കോൺഗ്രിഗേഷനെ പറ്റി പഠിച്ചു. കാര്യം ഒരു വിശുദ്ധൻ്റെയോ വിശുദ്ധിയുടെയോ ഒരു തരത്തിലുള്ള മറ്റൊന്നിൻ്റെയോ പേരിലല്ല ആ സഭയിരിക്കുന്നത്. അതാണ് എനിക്ക് സന്തോഷമാകാൻ കാരണമായിരിക്കുന്നത്. പക്ഷെ ഞാൻ അവിടെ ചെന്നു. അപ്പോൾ അച്ഛൻ എനിക്ക് 1 മാസം സമയം തന്നു, ഞങ്ങളുടെ സഭാപിതാവായ പറയടത്തച്ഛൻ താമസിച്ച കടുവാക്കുളം എന്ന് പറയുന്ന സ്ഥലത്ത് താമസിക്കാൻ വേണ്ടി. അപ്പോൾ അതാണ് സത്യത്തിൽ അവിടെ താമസിച്ചതിൻ്റെ പശ്ചാത്തലത്തിലാണ് എനിക്ക് MCBSലെ അച്ഛന്മാരെ എല്ലാം പരിചയപ്പെടാൻ പറ്റി. തീർച്ചയായിട്ടും കുറ്റിക്കലച്ചൻ വലിയ പ്രചോദനമായിരുന്നു. കുറ്റിക്കലച്ചൻ്റെ ജീവിതം ആകാശപ്പറവുകൾ എന്ന പേര് ഈ ലോകത്തിന് നൽകിയത് കുറ്റിക്കലച്ചനാണ്. അപ്പോൾ കുറ്റിക്കലച്ചൻ ചങ്ങനാശ്ശേരി കത്തീഡ്രലിൽ വെച്ചൊരു പ്രോഗ്രാം നടത്തിയപ്പോഴത്തേക്ക് തെരുവ് മക്കളെയെല്ലാം സംഭരിച്ചു കൊടുക്കാൻ വേണ്ടി അവിടെ ഇവിടെയെല്ലാം അവരെ ധ്യാനത്തിന് കൊണ്ടുവരാൻ വേണ്ടി ഞാൻ അച്ഛനെ സഹായിച്ചിട്ടുണ്ട്. അതേ അച്ഛൻ തന്നെ എൻ്റെ പട്ടത്തിന് പല സ്ഥലങ്ങളിൽ അച്ഛന്മാർക്ക് വേണ്ടി അച്ഛന്മാർ ഭക്ഷണം കഴിക്കുന്നതുകൊണ്ട്, ആളുകൾ ഭക്ഷണം കഴിക്കുന്നതുകൊണ്ട്. ഇപ്പുറത്ത് ഈ തെരുവ് മക്കൾക്ക് വേണ്ടി ഒരു ചെറിയ ഹാള് റെഡിയാക്കിയിരുന്നു. അച്ഛൻ വന്ന് അവിടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചു. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ തലങ്ങളിലും ഉള്ളവർക്ക് അപ്പമാകാൻ വേണ്ടി പരിശുദ്ധ കുർബാനയുടെ സഭയിലൂടെ ദൈവം എന്നെ വിളിച്ചു.
പിന്നീട് അച്ഛൻ എങ്ങനെയാണ് ഈ ഒരു മേഖലയിലേക്ക്, പാവപ്പെട്ടവർക്കും ആരോരും ഇല്ലാത്തവർക്കും വേണ്ടി ജീവിതം മാറ്റിവെക്കുന്ന ഈ ഒരു മേഖലയിലേക്ക് അച്ഛൻ തിരിഞ്ഞത്? ഏതാണ്ട് എൻ്റെ 20 വയസ്സ് തുടങ്ങി ഇപ്പോൾ 30-31 വയസ്സെത്തിയിരിക്കുന്ന എനിക്ക് ഉറപ്പായിട്ട് പറയാൻ പറ്റും, കർത്താവ് എന്നെ സ്നേഹിക്കുന്നു എന്ന ഉത്തമമായ ബോധ്യത്തിൽ നിന്നാണ് എൻ്റെ ദൈവവിളിയും എൻ്റെ ഈ തെരുവിലുള്ള ജീവിതവും ഒക്കെ ആയിരിക്കുന്നത്. കർത്താവ് എന്നെ സ്നേഹിക്കുന്ന. അപ്പം ഫ്രാൻസിസ് മാർപ്പാപ്പ ജോയ് ഓഫ് ദ ഗോസ്പലിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ ആരുടെ അടുത്തേക്കാണ് ആദ്യം പോകേണ്ടത്? ഏറ്റവും ചെറിയവരുടെ അടുത്തേക്ക് പോകണമെന്ന് പറയുന്നുണ്ട്. പാപ്പ എന്നെ ഭയങ്കരമായി പ്രചോദിപ്പിച്ചു. എന്നാൽ പാപ്പയുടെ ജീവിതം അവസാനിക്കുന്ന സമയത്ത് കഴിഞ്ഞ പാവങ്ങളുടെ സൺഡേയിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ വത്തിക്കാനിൽ വെച്ച് നടത്തിയ ഒരു പ്രസംഗത്തിൻ്റെ ഓഡിയോ ക്ലിപ്പ് വത്തിക്കാനിൽ നിന്ന് ഇട്ടപ്പോൾ ഞാൻ തെരുവിൽ ശുശ്രൂഷ ചെയ്യുന്നതിൻ്റെ ഒരു ചെറിയ ക്ലിപ്പുമൊക്കെ ഇട്ടതുകൊണ്ട് തീർച്ചയായിട്ടും പാപ്പയോടുള്ള വൈകാരിക ബന്ധം വളരെ വലുതാണ്. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അയ്യോ, ഈ ചെറിയവരോടുള്ള ബന്ധം സഭയ്ക്ക് അവസാനിച്ചോ എന്ന് ഞാൻ പേടിച്ച് ലെയോ മാർപ്പാപ്പ പുതുതായിട്ട് വന്നപ്പോഴത്തേക്ക് പാപ്പയുടെ റീഡിങ്സ് ഒന്നും വായിക്കാതെ ഞാൻ ഇങ്ങനെ വെറുതെ പോവുകയായിരുന്നു. കാര്യം ഇനി എന്താ ഞാൻ എനിക്ക് പെട്ടെന്ന് കാണിച്ചു കൊടുക്കാൻ. പക്ഷേ ഇത് കണ്ടോ എൻ്റെ കയ്യിലിരിക്കുന്നത്, ഞാൻ നിന്നെ സ്നേഹിച്ചു, ഡിലിക്സിറ്റ് ദേ. ഇതിനകത്തെ ഞാനൊരു കാര്യം മനസ്സിലാക്കിയതുണ്ട്, ഞാൻ പറയുന്ന ആ സുവിശേഷം സത്യമാണെന്ന് എന്നെ വീണ്ടും വീണ്ടും ഉറപ്പിക്കുക. ഈശോ ജനിച്ചത് ദരിദ്രരിൽ ദരിദ്രനാരായണനായിട്ട് മണ്ണിൻ്റെ മടിയിലായിരുന്നു, ഒരു പുൽത്തൊഴുത്തിലായിരുന്നല്ലോ. തീർച്ചയായിട്ടും സത്രത്തിൽ അവന് സ്ഥലം ലഭിച്ചില്ല. കാര്യം ലോകത്തിൻ്റെ അഹന്തയുടെ തലയ്ക്ക് അവനെ അടിക്കണമെങ്കിൽ അവൻ ഏതെങ്കിലും ഒരു കൊട്ടാരത്തിൽ ജനിച്ചാൽ ശരിയാവുമോ? സത്രം സൂക്ഷിപ്പുകാരൻ്റെ പുച്ഛവും പാവങ്ങളോടുള്ള അവഗണനയും അല്ലെങ്കിൽ എന്തിന് അനാവശ്യ ബാധ്യത ഏറ്റെടുത്ത് വെക്കാനുള്ള അദ്ദേഹത്തിൻ്റെ ആ ബുദ്ധിമുട്ടുമൊക്കെ സത്യത്തിൽ എന്തായിരുന്നു? ഈശോ ജനിക്കേണ്ടത് ഈ മണ്ണിൻ്റെ മാറില. അവൻ മണ്ണിൻ്റെ മാറിൽ ജനിച്ചു. അവൻ ജനിച്ചപ്പോൾ ആദ്യം കിട്ടിയത് പാവപ്പെട്ട ആട്ടിടയർക്ക്. എന്തിന്? അവനെ കാഴ്ചവെക്കാൻ വേണ്ടി സമർപ്പിച്ച 2 ചെങ്ങാലിപ്രാവുകളാണ്. കാര്യം അവൻ്റെ മാതാപിതാക്കൾ ഏറ്റവും ദരിദ്രരായിരുന്നുള്ളതിന് തെളിവാണ്. കർഷകരെക്കാളും കഷ്ടപ്പെട്ടവരായിരുന്നു ആശാരിപ്പണി ചെയ്യുന്നവർ. കാര്യം അനുദിന ജീവിതത്തിന് വേണ്ടി കഷ്ടപ്പെട്ട ആശാരിപ്പണി ചെയ്തെടുത്ത അവൻ അവിടുന്ന് മുന്നോട്ട് പോകുമ്പോഴത്തേക്കും നമുക്കറിയാൻ പറ്റും ദാരിദ്ര്യത്തിൻ്റെ അങ്ങേ അറ്റത്തിലൂടെ കടന്നു. ഇനി ഏറ്റവും ചെറിയ ദരിദ്രൻ കൂടെയും രക്ഷിക്കപ്പെടണമെങ്കിൽ ഏറ്റവും ദരിദ്രനായിട്ട് അവൻ ജീവിക്കണമായിരുന്നു. അവൻ ഈജിപ്തിലേക്ക് പലായനം ചെയ്യേണ്ടി വന്നു. പിന്നെയും നമുക്കറിയാൻ പറ്റും, പരസ്യ ജീവിതം തുടങ്ങി. പരിശുദ്ധാത്മാവ് വന്നപ്പോൾ അവൻ സിനഗോഗിൽ പ്രവേശിച്ചെന്നാ പറഞ്ഞത്, ദരിദ്രരോട് സുവിശേഷം പ്രഘോഷിക്കാൻ കർത്താവിനെ അയച്ചിരിക്കുന്നു. അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും കർത്താവിന് സ്വീകാര്യമായ വത്സരവും പ്രഖ്യാപിക്കാൻ അവിടെ തന്നെ അയച്ചിരിക്കുന്നു എന്നല്ലേ? അപ്പോൾ ദരിദ്രരോട് സുവിശേഷം പ്രഘോഷിക്കുക എന്ന ദൈവരാജ്യത്തിൻ്റെ അടയാളമാണെന്ന് വീണ്ടും ഇങ്ങോട്ട് മുന്നോട്ട് വരുമ്പോൾ നമുക്കറിയാൻ പറ്റും. അവൻ സമൂഹത്തിൻ്റെ അരികു പറ്റി നടക്കുകയായിരുന്നു. മാനസിക രോഗികളായി തെരുവിൽ അലയുന്ന മക്കൾക്ക് എന്ന് ചങ്ങല ബാധിച്ച് കിടക്കുന്നവരെ സൗഖ്യപ്പെടുത്തി. വീണ്ടും അങ്ങോട്ട് പോരുമ്പോൾ തളർവാദ രോഗിയായി 30 വർഷത്തിലേറെ കിടക്കുന്നവരെ സുഖപ്പെടുത്തി. കണ്ണില്ലാത്തവനും കുളിക്കാനും നനയ്ക്കാനും പറ്റത്തില്ല. അവൻ സമൂഹത്തിൻ്റെ അരികു പറ്റി ആരും ഗവനിക്കാതെ പോവുക. അവന് ചെന്ന് കാഴ്ച കൊടുത്തു. മുടന്തനെ എഴുന്നേൽപ്പിച്ചു. ഈശോ ഈ സമൂഹത്തിൻ്റെ അരികു പറ്റി കടന്നു പോകുന്നതിന് ഇതിനേക്കാൾ സുവിശേഷം വായിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന തെളിവെന്താ? അവൻ ചെറിയവരുടെ കൂടെയും ചെറിയവരുടെ പക്ഷം ചേർന്നും ചെറിയവനായിട്ട്, ചെറിയവരിൽ ഒരുവനായ മിശിഹായിട്ട് മാത്രമല്ല, ചെറിയവർക്ക് വേണ്ടിയുള്ള മിശിഹായായിട്ട് അവൻ ഉത്ഥാനം ചെയ്തത്. അവൻ എൻ്റെ പീഡാസഹനവും മരണവും ഉത്ഥാനവും എന്താ? ഈ ചെറിയവരിൽ ഒരുവൻ പോലും നശിച്ചു പോകാതിരിക്കാൻ വേണ്ടി ഉള്ള പിതാവിൻ്റെ രക്ഷാകര പദ്ധതിയാണ്. അതുകൊണ്ട് ആദ്യം സുവിശേഷത്തിൻ്റെ പങ്ക് ചെറിയവർക്കാണ്. അതുകൊണ്ട് നമുക്ക് തിരികെ നൽകാൻ ഒന്നുമില്ലാത്തവർക്കാണ് ആദ്യം. അപ്പോൾ അതുകൊണ്ട് അത് നടന്നു പോകാതെ ഞാൻ എങ്ങനെ, അത് മനസ്സിലാക്കാതെ ഞാൻ എങ്ങനെ എനിക്ക് സുവിശേഷം ജീവിക്കാനാവുക? അതുകൊണ്ട് എൻ്റെ എളിയ പരിശ്രമമാണ്, എൻ്റെ മുന്നോട്ടുള്ള എളിയ പരിശ്രമമാണ്. അല്ലാതെ എനിക്കെങ്ങനെ പെർഫെക്റ്റ് ആകാൻ പറ്റുന്നത്? എൻ്റെ എളിയ പരിശ്രമം ഞാൻ നടന്നുകൊണ്ടിരിക്കും. വീഴുന്നത് വരെ ഞാൻ നടന്നുകൊണ്ടിരിക്കും. കാര്യം വീഴുന്നവരെ താങ്ങുന്ന, വീണവരെ എഴുന്നേൽപ്പിക്കുന്ന എൻ്റെ കർത്താവിലാണ് എൻ്റെ പ്രത്യാശ. തീർച്ചയായിട്ടും. ഇപ്പോൾ അച്ഛൻ ചെയ്യുന്ന ശുശ്രൂഷകൾ ഇപ്പോൾ നിലവിൽ ഞങ്ങൾ അൻപിൽ നമ്മൾ വന്നായിരുന്നു, നമ്മൾ അവിടെ കണ്ടു. മറ്റ് മേഖലകളിൽ എവിടെയൊക്കെയാണ്? അൻപുല്ലം തെങ്കാശിയിൽ തുടങ്ങിയ അൻപുല്ലം പാവൂർ ചിത്രത്തിൽ നമ്മൾ കടന്നുപോയി. ഇനി അൻപുല്ലം രാജപാളയമുണ്ട്. 8 ഏക്കർ സ്ഥലം ഇടിമണ്ണിക്കിലെ സണ്ണിച്ചേട്ടൻ എനിക്ക് വാങ്ങിച്ചു തന്നിരിക്കുന്ന ആ 8 ഏക്കർ സ്ഥലം അടുത്തുണ്ട്. സ്ഥലം മാത്രമുണ്ട് അവിടെ ഇപ്പോൾ ഒരു ചെറിയ നമ്മൾ കണ്ടതുപോലെ ഭക്ഷണം കൊടുക്കാൻ വേണ്ടി നല്ലൊരു അടുക്കള രൂപപ്പെടുത്തിക്കൊണ്ടിരിക്കുക.
അവിടെ ഒരു കുറഞ്ഞതൊരു 20,000 സ്ക്വയർ ഫീറ്റിൻ്റെ എങ്കിലും ഒരു വീടുണ്ടാകണം. കാര്യം നിങ്ങൾക്കറിയാം, ശിവകാശി ആ രാജപാള ഏരിയയൊക്കെ ആ ഭാഗത്ത് മഴയൊട്ടും ഇല്ലാത്ത ഏരിയയാണ്. മക്കൾ റോഡിൽ ഒരുപാട് പേര് തെരുവിൽ കിടന്ന് മരിക്കുന്നുണ്ട്. ആരുപോലും ഇല്ലാതായിട്ട് മക്കൾ മാനസിക രോഗം കൊണ്ട് താളം തെറ്റി ഇങ്ങനെ നടക്കുന്നുണ്ട്. അവർക്ക് വേണ്ടി ഒരു വീട് തീർക്കാതെ, അവർക്ക് വേണ്ടി ഒരു പള്ളി പണിയാതെ എങ്ങനെയാ മുന്നോട്ട് പോകാനാവുക? അതുകൊണ്ട് ചെയ്യാനാവുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. എൻ്റെ സഭ ഞാൻ ഒറ്റയല്ല, ഞാൻ സഭയിലാണ്. അപ്പം ഞാൻ MCBS സഭയിലെന്ന് പറയുമ്പോൾ ഞാൻ MCBS സഭയുടെ തന്നെയൊന്നുമല്ല, ഞാൻ പരിശുദ്ധ കത്തോലിക്ക സഭയിലാണ്. ആക്ച്വലി പരിശുദ്ധ കത്തോലിക്ക സഭയാണ് സഭ. MCBS ആ സഭയിലെ ഒരു പ്രത്യേക കാര്യസ്ഥം ജീവിക്കുന്ന അച്ഛന്മാരുടെ സമൂഹമാണ്. അതുകൊണ്ട് ആ സമൂഹം എന്നെ കൈവിടില്ല. അതിലൂടെയാണ് ഞാൻ രാജപാളയത്തും അൽമായരുടെയൊക്കെ സഹകരണത്തോടു കൂടെ അത് മുന്നോട്ട് പോകാമെന്ന് വിചാരിക്കുന്നില്ല. മറ്റ് മേഖലയിൽ, തമിഴ്നാടിൻ്റെ മറ്റ് മേഖലയിലുണ്ടോ? തീർച്ചയായിട്ടും കോയമ്പത്തൂരിൽ 400ഓളം പേരെയാണ് നമ്മൾ നോക്കുന്നത്. ബഹുമാനപ്പെട്ട സൂരജ് കടവിൽ അച്ഛനാണ് അവിടുത്തെ ശുശ്രൂഷയ്ക്ക് നേതൃത്വം വഹിക്കുന്നത്. അച്ഛനും ഒപ്പം SDP കന്യാസ്ത്രീകളുണ്ട്. അച്ഛനൊക്കെ എന്നെപ്പോലെ തന്നെ, എനിക്ക് തോന്നുന്നു എൻ്റെ കൂടെയുള്ള അച്ഛന്മാർ എന്നേക്കാളും നല്ലവരാ. കാര്യം കഴിഞ്ഞു കഴിഞ്ഞാൽ റെൽനച്ചൻ ഇന്നലെ ഒരു മകനെ പോസ്റ്റ്മോർട്ടം ചെയ്ത് അടക്കാൻ വേണ്ടി മോർച്ചറിയുടെ മുമ്പിലൊക്കെ നിന്ന് രാത്രി എത്ര താമസിച്ചാണ് കടന്നു വന്നത്. റെൽനച്ചനാണെങ്കിൽ നമ്മുടെ ശാന്തിക്ക് വേണ്ടിയും മഹേശ്വരിക്ക് വേണ്ടിയും ആശുപത്രിയിൽ GH അവിടെ കൂടെ നിന്ന് ശാന്തിക്ക് വേണ്ടി ആശുപത്രിയിൽ പോയിട്ട് വന്നത് സമയം 7 മണിയായി. ആരാധന എഴുന്നള്ളിച്ച് വെച്ചു. ആരാധന 7 മണി 7:30 കഴിഞ്ഞപ്പോൾ ആരാധനയായി. അപ്പോഴേക്കും അടുത്ത ആൾ വീണു. ആളിനെയും കൊണ്ട് ആശുപത്രിയിൽ പോകുന്നു. അതുകൊണ്ട് അതോടൊപ്പം ഈ അച്ഛന്മാരോടൊപ്പം DSHS സിസ്റ്റേഴ്സ് അവരുടെ ശരീരം പിഴിഞ്ഞ് നൽകുന്നില്ലേ? അപ്പോൾ ആ പിഴിഞ്ഞ് നൽകലാണ് സത്യമായിട്ടും വളരെ പ്രധാനപ്പെട്ട കാര്യം ഇരിക്കുന്നത്. ഈ ഡിലിക്സിറ്റ് ഡേ, അതായത് ഞാൻ നിന്നെ സ്നേഹിച്ചു എന്നതിൽ ലിയോ മാർപ്പാപ്പ പറയുന്നത് കണ്ടുകൊണ്ട്, വാതിൽക്കൽ നിൽക്കുന്ന ദരിദ്രരിൽ ക്രിസ്തുവിനെ വിശ്വാസികൾ കണ്ടുമുട്ടുന്നില്ലെങ്കിൽ അവർക്ക് ബലിപീഠത്തിൽ പോലും അവിടുത്തെ ആരാധിക്കാൻ കഴിയില്ലെന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാത്തവണ്ണം സ്ഥിരീകരിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നു. ബലിപീഠം സ്വർണ്ണപാത്രങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയും ദരിദ്രരിൽ ക്രിസ്തു വിശന്നു മരിക്കുകയാണ് ചെയ്യുന്നതെങ്കിൽ എന്ത് നേട്ടമാണുള്ളത്? അതുകൊണ്ട് വിശക്കുന്നവൻ ആദ്യം ഭക്ഷണം നൽകൂ, ശേഷിക്കുന്നതുകൊണ്ട് ബലിപീഠത്തെ അലങ്കരിക്കൂ എന്ന്. അതുകൊണ്ട് പരിശുദ്ധ കുർബാന ദാനധർമ്മത്തിൻ്റെയും നീതിയുടെയും കൂദാശാപരമായ പ്രകടനമാണ്. അതുകൊണ്ട് പരിശുദ്ധ കുർബാന യഥാർത്ഥത്തിൽ അർപ്പിക്കുന്ന എനിക്കെങ്ങനെ അടങ്ങിയിരിക്കാനാവുന്നത്? ടു റീച്ച് ഔട്ട്. ദൈവസ്നേഹം നമ്മളെ പുറത്തേക്ക് പ്രവഹിപ്പിക്കും. അത് ആദ്യം ആരിലേക്ക്? അതൊരു ക്വസ്റ്റ്യനാണ്. അങ്ങനെയെങ്കിൽ ആദ്യം നമുക്ക് തിരികെ നൽകാൻ ഒന്നുമില്ലാത്തവരുടെ ഇടയിലേക്ക്. അതാണ് സത്യം. പ്രസംഗിക്കാൻ ഒരുപാട് പേരുണ്ടാവും, പക്ഷേ ഇതുപോലുള്ള പ്രവൃത്തികൾ ചെയ്യാൻ വളരെ കുറച്ച് ആളുകൾക്കേ പറ്റുന്നുള്ളൂ. എന്ത് മാറ്റമാണ് ഒരു മനുഷ്യനിൽ ഇത്തരത്തിലൊരു പ്രവൃത്തി? ഒരു പുഴു വരിച്ച ഒരാളോടത്ത് ഒരു അർപ്പമില്ലാതെ ആ പുഴുവെല്ലാം എടുത്ത് കളഞ്ഞ് ക്ലീൻ ചെയ്ത് അയാളെ സുഖപ്പെടുത്താൻ, അല്ലെങ്കിൽ വഴിയോരത്ത് കിടക്കുന്ന ഒരു ഭ്രാന്ത് പിടിച്ച ഒരാളെ പോയി കെട്ടിപ്പിടിച്ച് അയാളെ കോരിയെടുത്ത് സ്വന്തം വീട്ടിൽ കൊണ്ടുവരാൻ എന്ത് മാറ്റമാണ് ഒരു മനുഷ്യനിൽ വേണ്ടത്? എത്തരത്തിലൊരു മാറ്റം? ഞാനൊരു വലിയ കാര്യം ചെയ്യുന്ന പോലെ എനിക്ക് തോന്നുന്നില്ല. ഞാൻ ഒരു വലിയ കാര്യം ചെയ്യുന്നു, ഞാൻ മദർ തെരേസ പോലെ ഒരാളാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ഞാൻ സഭയുടെ പ്രവൃത്തി, ഞാൻ ഈശോയെ സ്നേഹിക്കാൻ ശ്രമിക്കുക. ഈശോയാണ് എൻ്റെ മുമ്പിൽ കാൽവരി കുരിശിൽ, ഈശോയാണെങ്കിൽ ആ പിയാത്ത മാതാവിൻ്റെ മടി കിടത്തിയ പോലെ ഈശോയെ, ലോകത്തിൻ്റെ രക്ഷകനെയാണ് എൻ്റെ സഹോദരൻ്റെ മുമ്പിൽ കിട്ടുകയാണെങ്കിൽ സഹോദരൻ എന്നാ ചെയ്യുന്നത്? ഈശോയെ എങ്ങനെ സ്നേഹിക്കും? ഈശോയല്ലേ സ്നേഹിക്കുന്നത്? അതുപോലെ റോഡിൻ്റെ തെരുവിൽ നഗ്നനായിട്ട് ഭക്ഷണം കഴിക്കാതെ എല്ലെല്ലാം കാണിച്ചു കിടക്കുന്ന ഒരു രൂപം അതുപോലെ തന്നെ കുരിശിൽ നിറക്കി ഈശോയെ അല്ലാതെ എങ്ങനെ നമുക്ക് കാണാൻ പറ്റുന്നത്? ഇത് എങ്ങനെയാണ് നമ്മൾ ചിന്തിക്കേണ്ടതെന്ന് ചോദിച്ചാൽ, ഡിലിക്സിറ്റ് ഡേയിലെ മാർപ്പാപ്പയുടെ വാക്ക് ഇതാണ്: ദരിദ്രർ
ദരിദ്രരോടുള്ള നമ്മുടെ പക്ഷം ചേരൽ പ്രധാനമായും വിശേഷ അധികാരമുള്ളതും മുൻഗണനയുള്ള ഒരു ആധ്യാത്മിക പരിചരണമായിട്ട് മാറണം എന്നാണ് പറയുന്നത്. ക്രിസ്ത്യാനികൾക്കിടയിൽ പോലും ദരിദ്രർക്ക് നേരെ കണ്ണടയ്ക്കുന്നത് എളുപ്പമാണെന്ന് നമുക്ക് തോന്നുന്ന ചില മുൻവിധികളാൽ ചോദ്യം ചെയ്യപ്പെടുകയാണ്. പ്രാർത്ഥിക്കുകയും ശരിയായ സിദ്ധാന്തം പഠിപ്പിക്കുകയും ചെയ്യുകയാണ് ഞങ്ങളുടെ കർത്തവ്യം എന്ന് പറയുന്നവരുണ്ട്. അതിനെ മാർപ്പാപ്പ നേരെ എതിര് ചെയ്യുക. പ്രാർത്ഥിക്കുകയും ശരിയായ കർത്തവ്യം പഠിപ്പിക്കുകയും ചെയ്യുക എന്നല്ല, പരിശുദ്ധ കുർബാന ജീവിക്കാൻ പരിശ്രമിക്കുക എന്നതാണ് ഓരോ ക്രൈസ്തവൻ്റെയും ഇതായിരിക്കുന്നത്. ഇപ്പം വേറെ ചിലരൊക്കെ കാണും, ഇങ്ങനെ പറയും, ഈ എന്നതാ പറയുന്നത്, ഇത് എൻ്റെ മാത്രമുള്ള പാഷനാണ്, അല്ലെങ്കിൽ എനിക്ക് മാത്രമുള്ള കാരിസമാണ് എന്നൊക്കെ പറയും. ഒരുപക്ഷെ ദൈവം തരാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. പക്ഷേ നമുക്കെല്ലാവർക്കും ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. സഹോദരനെ സ്നേഹിക്കാതെ, എളിയവനെ സ്നേഹിക്കാതെ ക്രിസ്ത്യാനിയായിരിക്കാൻ സാധിക്കുകയില്ലെന്ന സത്യം. അത് പച്ചപരമാർത്ഥമാണ്. പരിശുദ്ധ കുർബാന അൾത്താര ഉറപ്പായിട്ടും അവിടെ നിന്ന് താഴേക്ക് ഇറങ്ങണം. അത് താഴേക്ക് ഇറങ്ങിയേ പറ്റൂ. അപ്പോൾ ആ അൾത്താരയിൽ ശുശ്രൂഷിക്കുന്ന വൈദികനിലൂടെ, ആൾത്താരയിൽ കുർബാന അർപ്പിക്കുന്ന അൽമായരിലൂടെ, നല്ല അൽമായരിലൂടെ മാത്രമേ ഈ ലോകത്തിൽ ഭൂമിയിൽ ഉപ്പാകാൻ സഭയ്ക്ക് സാധിക്കുകയുള്ളൂ. അപ്പം അൽമായർക്ക് നേതൃത്വം നൽകുന്ന വൈദികർ ഉറപ്പായിട്ടും അങ്ങനെ ഉണ്ടായേ പറ്റുള്ളൂ. അതാണ് സത്യം. ഒരു കാര്യം കൂടി വെച്ചാൽ, ഒരു പക്ഷേ നമ്മുടെ ചുറ്റും, ഒരു പക്ഷേ നമ്മുടെ ഈ ഒരു പ്രോഗ്രാം കാണുന്ന ചിലപ്പോൾ യുവജനങ്ങളിലോ വ്യക്തികളിലൊക്കെ ഒരു പക്ഷേ ഇത്തരത്തിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ടാവും. പക്ഷേ അവർക്ക് അതിനുള്ളൊരു ഓപ്പണിംഗ് എവിടെയും അവർക്ക് കിട്ടുന്നുണ്ടാവില്ല. ചിലപ്പോൾ മനസ്സിൽ ഒരുപാട് ആഗ്രഹം ഉണ്ടാവും, ഇതുപോലുള്ള സ്ഥലങ്ങളിൽ പോയി അവരെ ശുശ്രൂഷിക്കണം, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള മേഖലയിലേക്ക് ജീവിതം മാറ്റി വയ്ക്കണം, ഇതല്ലെങ്കിൽ ഇതൊരു ഫുൾ ടൈം ശുശ്രൂഷയായിട്ട് മാറ്റിയെടുക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരുപാട് യുവജനങ്ങൾ ഒരുപക്ഷെ ഉണ്ട്, നമ്മുടെ ചുറ്റുമുണ്ടാകും. ഒരുപക്ഷെ നമ്മുടെ ഈ ഒരു പ്രോഗ്രാം അങ്ങനെയുള്ളവരോടൊക്കെ അച്ഛൻ്റെ അനുഭവത്തിൽ നിന്ന് അവർക്ക് ഈ ഒരു മേഖലയിൽ കടന്നു വരാൻ എന്ത് ചെയ്യണമെന്നാണ് അച്ഛന് പറയാൻ പറ്റും? ഭയപ്പെടേണ്ട. 365 മേൽ പ്രാവശ്യം കർത്താവ് പറഞ്ഞേക്കുന്ന കാര്യം ഭയപ്പെടേണ്ടതാണ്. ഭയപ്പെടേണ്ട, എന്നെ അനുഗമിക്കാൻ ഭയപ്പെടേണ്ട, ധൈര്യത്തോടെ മുന്നോട്ട് പോവാ. നിന്നെ കൂടുതൽ ശക്തമാക്കുന്ന, നിന്നെ കൂടുതൽ ധീരമാക്കുന്ന, നിന്നെ ഇല്ലായ്മയിൽ നിന്ന് ഉയർത്തിയെടുക്കാൻ സാധിക്കുന്ന പരിശുദ്ധ കുർബാനയുടെ ശക്തി, ആ കുർബാനയുടെ ശക്തിയിലൂടെ മാത്രമാണ് നമുക്ക് നമ്മുടെ ദൈവവിളിയെ പരിപോഷിക്കാൻ സാധിക്കത്തുള്ളൂ. 365 ദിവസവും ഒരു ദിവസം മുടങ്ങാതെ കുർബാന കാണണമെന്നുള്ള എൻ്റെ ആഗ്രഹം ജീസസ് യൂത്ത് ആയിരിക്കുമ്പോഴത്തേക്ക് ഏതാണ്ട് 200 ദിവസം കഴിഞ്ഞ ഒരു ദിവസമാണ് ചെത്തിപ്പുഴ ആശുപത്രി രാത്രി തിരുവനന്തപുരത്ത് ജെറുസലേം എന്ന് പറഞ്ഞ ജീസസ് യൂത്തിൻ്റെ ഒരു സെൻറ്ററിൽ പോയിട്ടൊക്കെ തിരിച്ചു വരുമ്പോഴത്തേക്ക് രാത്രി 9 മണിയായി പള്ളിയിലെ ചാപ്പലിൽ, ചെത്തിപ്പുഴ ആശുപത്രിയിലെ ചാപ്പലിലിരുന്ന് കരയുക, കർത്താവേ കുർബാന. അപ്പം എന്താ ഒരു അച്ഛൻ, പ്ലാപ്പറമ്പിലച്ഛൻ വന്നിട്ട്, എന്നാ മോനെ സങ്കടപ്പെടുന്നതെന്ന് ചോദിച്ചു. കുർബാന സ്വീകരിച്ചില്ല, കുർബാന അർപ്പിക്കാൻ പറ്റില്ല. അച്ഛൻ ആ അവസാനത്തെ അനുതാപ കീർത്തനത്തിൻ്റെ കാര്യങ്ങളൊക്കെ, അനുതാപ സങ്കീർത്തനങ്ങളൊക്കെ ചെയ്യിപ്പിച്ചതിന് ശേഷം എനിക്ക് പരിശുദ്ധ കുർബാന എടുത്തു തന്നു. 365 ദിവസവും മുടങ്ങാതെ കുർബാന അർപ്പിച്ചു. അപ്പം തീർച്ചയായിട്ടും ഞാൻ പറയാമല്ലോ, യുവാക്കളോടാണ് എനിക്ക് പറയാനുള്ളത്. 16 വയസ്സ് കഴിഞ്ഞ് ഒട്ടനെ സെമിനാരി ചേരണമെന്ന് പറയാൻ എനിക്കിത് എൻ്റെ വ്യക്തിപരമായ താല്പര്യത്തിൽ ഞാൻ ആരെയും പ്രോത്സാഹിപ്പിക്കില്ല. നല്ല യുവാക്കളോട്, 25-30 മക്കളുള്ള നല്ല ചെറുപ്പക്കാരോട് നിങ്ങൾ തൻ്റെ ഇടത്തോടെ ഇറങ്ങ്, നിങ്ങളുടെ ചൂടും ചൂരും ഈശോയ്ക്ക് കൊടുക്ക്, ധൈര്യത്തോടെ തെരുവിൽ ശുശ്രൂഷ ചെയ്യാൻ. തീർച്ചയായിട്ടും അതിനുള്ള തെളിവാണല്ലോ എൻ്റെ കൂടെയുള്ള എൻ്റെ അച്ഛന്മാർ. അപ്പോൾ ഞാൻ മാത്രമല്ല, ലോകത്തിലെ 80% ജീവകാരുണ്യ പ്രവർത്തനങ്ങളും പരിശുദ്ധ സഭയാണ് ചെയ്യുന്നതെന്ന് ഞാൻ കരുതുകയും വിശ്വസിക്കുകയും ചെയ്യുന്നത്. അല്ലെങ്കിൽ അത് 100% ചെയ്യേണ്ടത് സഭയുടെ ജോലിയാണ്. അപ്പം തീർച്ചയായിട്ടും ഭയപ്പെടാതെ മുന്നോട്ട് വരാൻ, നിങ്ങളെ കൂടുതൽ മിടുക്കന്മാരാക്കാൻ വേണ്ടി, കൂടുതൽ തൻ്റെ ഇടമുള്ളവരാക്കാൻ വേണ്ടി, നിങ്ങളെ കൂടുതൽ സുന്ദരന്മാരാക്കാൻ വേണ്ടി, ആത്മീയവും ഭൗതികവുമായി നിങ്ങളെ മിടുക്കരാക്കാൻ വേണ്ടി കർത്താവിൻ്റെ കുർബാനയ്ക്ക് ശക്തിയുണ്ട്. അതായത് ഈശോയുടെ പീഡാസഹനവും മരണവും ഉത്ഥാനവുമായ കുർബാന എന്ന രക്ഷാ പദ്ധതിക്ക് ശക്തിയുണ്ട്. 10-12 വർഷങ്ങളായിട്ട് ഒരു മുറിക്കകത്ത്, ഒരു വില്ലേജിനകത്ത്, ആ വില്ലേജിനകത്ത് തന്നെ കയറി പറ്റാൻ വേണ്ടി എത്ര കഷ്ടപ്പെട്ടു. കാര്യം ഒരു പ്രത്യേകതരം നായ്ക്കുട്ടികളെ വളർത്തുന്നുണ്ട്, ആ നായ്കളെ വളർത്തുന്നുണ്ട്. അതുകൊണ്ട് ആ വില്ലേജിനകത്ത് കയറാൻ പോലും പറ്റത്തില്ല. വളരെ കഷ്ടപ്പെട്ട് നായ്കളെ പോലും നമ്മൾ പതുക്കെ പരിചയപ്പെട്ട് ആ ഗ്രാമത്തിനകത്ത് ചെന്ന് പിശാച് ബാധിതയെന്ന് കരുതി ഒരു മകളെ ആ മുറിക്കുള്ളിൽ പൂട്ടിയിട്ടേക്കുക. മണിച്ചിത്രത്താഴല്ലേലും ഇഷ്ടം പോലെ ചങ്ങല കൊണ്ടൊക്കെ പൂട്ടിയിട്ടിരിക്കുക. അവൾക്ക് ജീവിക്കാൻ വേണ്ടുന്ന മാത്രം ഭക്ഷണം,
ആ ഒറ്റമുറി ഈ ജനലിൻ്റെ മുകളിലും ഇതിലൂടെ എയർ ഹോളിലൂടെ ഇട്ട് കൊടുക്കും. ആ 10-12 വർഷം കൊണ്ട് ആ മുറി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പന്നിക്കൂട് മാതിരിയായി. അവളുടെ മലമൂത്ര വിസർജനങ്ങളും എല്ലാം ചേർന്ന് അങ്ങനെ കിടന്ന ഒരു മകളെ അവിടുന്ന് ഇത് പൊളിച്ച് ആ കതക് പൊളിച്ച് പോലീസിൻ്റെ സഹായത്തോടു കൂടെ അവളെയൊക്കെ അനുകൂലത്തിലേക്ക് വന്നപ്പോൾ അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം കർത്താവ് കൊടുക്കുന്നത് കാണുമ്പോൾ, തെരുവിലൂടെ കിടക്കുന്ന മക്കളുടെ കൂടെ നടക്കുമ്പോൾ തീർച്ചയായിട്ടും എനിക്ക് ഉറപ്പുണ്ട് ഞാൻ ഈശോയെ അടുത്തനുകരിക്കാനുള്ള ശ്രമമാണ്, എളിയ പരിശ്രമമാണ്. ഒരുപക്ഷെ നിങ്ങൾ ചോദിക്കും, ഇങ്ങനെ മുണ്ടെടുത്തുകൊണ്ട് നടക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരച്ഛൻ ഇങ്ങനെ പളപള വെളുത്ത വസ്ത്രങ്ങളും ഒക്കെയായിട്ട് പൗരോഹിത്യത്തിൻ്റെ ക്ലറിക്കലിസത്തിൻ്റെ അങ്ങേയറ്റത്തെ ലെവലിൽ നിൽക്കണമെന്ന് ജനം പ്രതീക്ഷിക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ നടക്കുമ്പോൾ അവഹേളനങ്ങളുണ്ട്. തീർച്ചയായിട്ടും ആ അവഹേളനങ്ങൾ പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം സന്തോഷം പകരുന്ന ഒന്നാണ്. കാര്യം കർത്താവിൽ സന്തോഷിക്കാൻ ദൈവം ഇടവരുത്തുന്ന ഒന്നാണ്. അപ്പം ദൈവമാണ് എൻ്റെ രക്ഷകനായിരിക്കുന്നത്. തമ്പുരാനെ അനുകരിക്കാനല്ലാതെ, തമ്പുരാനെ പിൻചൊല്ലാനല്ലാതെ, എന്നെ കാണിച്ചു കൊടുക്കാനല്ല. ജീവകാരുണ്യ പ്രവർത്തനങ്ങളെ ചിലർ തെറ്റായ ആളുകളുടെ ഭ്രമമായോ അല്ലെങ്കിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ വ്യക്തി മാഹാത്മ്യം കാണിക്കാൻ വേണ്ടിയുള്ള ഒരു തെറ്റായ പ്രവണതയെ അങ്ങനെയൊക്കെ ആയിട്ട് ആളുകൾ കാണുന്നുണ്ട്. അപ്പോൾ അതല്ല, ഇത് സഭയുടെ ജ്വലിക്കുന്ന ഹൃദയത്തിൻ്റെ ഭാഗമാണ്. ഇത് സഭയുടെ ഹൃദയം, സഭാഹൃദയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പരിശുദ്ധ കുർബാനയാണ്. യൂക്കറിസ്റ്റ് ഇസ് ദ സോഴ്സ്, സെൻറ്റർ, സമ്മിറ്റ് ഓഫ് ക്രിസ്ത്യൻ ലൈഫ്. അത് ഹൃദയമാണ്. തിരുഹൃദയം എന്ന് പറഞ്ഞാൽ അത് തെർമോക്കോളിൽ ഒട്ടിച്ചു വെച്ചേക്കുന്ന സാധനമല്ല. തിരുഹൃദയം പരിശുദ്ധ കുർബാനയാണ്. അങ്ങനെയെങ്കിൽ ഹൃദയമാണ് കുർബാനയെങ്കിൽ ഹൃദയത്തിൻ്റെ മിടിപ്പുകളാണ് ജീവകാരുണ്യ പ്രവൃത്തികൾ. തീർച്ചയായിട്ടും അച്ഛൻ്റെ ഈ വാക്കുകൾ ഒരുപാട് യുവജനങ്ങൾക്ക് പ്രചോദനമാകട്ടെ. ഒപ്പം തന്നെ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് നമ്മളിവിടെ വൈൻഡ് അപ്പ് ചെയ്യുമ്പോൾ അച്ഛൻ്റെ പ്രവൃത്തികൾ, അച്ഛൻ ചെയ്യുന്ന കാര്യങ്ങൾ ഇതെല്ലാം അത് പ്രേക്ഷകർ കണ്ടിരിക്കുകയാണ്. പാവങ്ങൾക്ക് അത്താണിയായിട്ട്, ആരോരും ഇല്ലാത്തവർക്ക് ആരെങ്കിലൊക്കെ ആവാനായിട്ട്, അവരുടെ അപ്പനായിട്ടും അവരുടെ സഹോദരനായിട്ടും ഒക്കെ അച്ഛൻ അവരോടൊപ്പം ചേരുന്നു. ഈ ഒരു കാഴ്ച ഒരുപാട് പേരെ കണ്ണുകൾ തുറക്കട്ടെ. ഒരുപാട് പേർക്ക് ഈ ഒരു മേഖലയിലേക്ക്, അല്ലെങ്കിൽ ഈ അച്ഛൻ പറഞ്ഞ സുവിശേഷം ജീവിക്കാൻ, വിശുദ്ധ കുർബാനയിൽ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് സുവിശേഷം ജീവിക്കാനായിട്ട് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. ഒപ്പം അച്ഛൻ ഒരുപാട് നന്ദി, ഇത്രയും നേരം ഞങ്ങളോടൊപ്പം സമയം ചെലവിട്ടതിനും അച്ഛൻ്റെ ശുശ്രൂഷകളെ കുറിച്ച് ഞങ്ങളുമായി പങ്കുവച്ചതിനും ഒരുപാട് നന്ദി. താങ്ക് യു അച്ഛൻ.